ഹലോ മച്ചമാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഒരു കിടിലൻ സോംബി മൂവിയുടെ കഥയാണ്. നിങ്ങൾ ഇന്നേ വരെ കേട്ടതുപോലെയുള്ള ഒരു സോംബി മൂവി അല്ല, നല്ല രീതിയിൽ വ്യത്യസ്തമായിട്ടുള്ള കഥയാണ്. അക്കാര്യത്തിൽ എനിക്ക് 100% ഉറപ്പ് തരാൻ കഴിയും. കൂടുതലായിട്ട് കഥയെക്കുറിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല. കിടിലൻ കഥ അത്ര മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അപ്പൊ എന്തായാലും നമുക്ക് നേരെ ഈ കഥയിലേക്ക് പോകാം. സിനിമയുടെ ആരംഭത്തിൽ അജ്ഞാതനായ ഒരാൾ പോലീസിനെ വിളിച്ച് ഒരു കാര്യം പറയാണ്. സാറേ, ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ വളരെ വ്യക്തമായി കേൾക്കണം. ഡോങ് വൂരി എന്ന പേരുള്ള ആ വലിയ ബിൽഡിംഗിൽ ഇന്നൊരു ബയോ വെപ്പൺ അറ്റാക്ക് നടക്കാൻ വേണ്ടി പോവാണ്. അത് നടത്താൻ പോകുന്നത് ഞാൻ തന്നെയാണ്. ആദ്യം ആ വൈറസിനെ ഞാൻ എന്റെ ശരീരത്തിൽ തന്നെ പരീക്ഷിച്ച് നോക്കി. നന്നായിട്ട് തന്നെ വർക്ക് ആവുന്നുണ്ട്. അപ്പൊ നിങ്ങൾ തയ്യാറായിരുന്നു? ഇത് കേട്ട പോലീസുകാരൊക്കെ ആകെ ഞെട്ടിപ്പോകുന്നുണ്ട്. സാധാരണ ഒരു അറ്റാക്ക് അല്ല നടക്കാൻ പോകുന്നത്, ഒരു ബയോ വെപ്പൺ അറ്റാക്കാണ് നടക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ പോലീസിനെ വിളിച്ച ഇയാളുണ്ടല്ലോ, ഇവനെ തൽക്കാലം നമുക്ക് ഈദൻ എന്ന് വിളിക്കാം. എന്തോ ഒരു കാര്യത്തിന്റെ പേരിൽ സൈക്കോയായി മാറിയ ഒരുത്തനാണിത്. പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ കൊറിയൻ കഥാപാത്രങ്ങളുടെ പേര് പറയാനും നിങ്ങൾക്ക് ഓർത്തിരിക്കാനും ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമുക്ക് കേൾക്കാനും പറയാനും എളുപ്പത്തിൽ ഞാൻ പേരുകൾ മാറ്റുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇവിടെ സീൻ കേട്ടായി അടുത്ത സീനിൽ കാണിക്കുന്നത് ഡോങ് വൂരി എന്ന ഒരു വലിയ ബിൽഡിംഗ് ആണ്. പല വലിയ ബിസിനസ് മീറ്റിങ്ങുകളും ഇവിടെ വെച്ചാണ് നടക്കാറുള്ളത്. മാത്രമല്ല ഇന്ന് ഏതോ വലിയൊരു ബയോടെക്നോളജി കമ്പനി ഉണ്ട്, അതിന്റെ ഒരു കോൺഫറൻസ് ഇവിടെ വെച്ച് നടക്കാൻ പോവാണ്. അതിന്റെ എല്ലാ കാര്യങ്ങളും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അങ്ങോട്ടേക്ക് ആ കമ്പനിയിൽ ജോലി ചെയ്യുന്ന 2 ആൾക്കാർ വന്നിട്ടുണ്ട്. ഒരാളുടെ പേര് ഈവ എന്നാണ്, അതുപോലെ തന്നെ അവളുടെ എക്സ് ഹസ്ബൻഡ് ആയിട്ടുള്ള കെവിനും വന്നിട്ടുണ്ട്. രണ്ടുപേരും ഡിവോഴ്സ്ഡ് ആണ്. അതുപോലെ തന്നെ ഇപ്പൊ അങ്ങോട്ടേക്ക് എത്തിയ ഈവയോട് കെവിൻ ചോദിക്കുന്നുണ്ട്, എത്ര നേരം ഞാൻ നിന്നെ കാത്തിരിക്കുന്നത്, മീറ്റിംഗ് തുടങ്ങാനായി. ഇതേ സമയത്തിന് ഈവ ഓരോരോ അനാവശ്യ കാരണങ്ങൾ പറയാണ്. ഇപ്പൊ കെവിൻ പറയണ, നീ പണ്ട് മുതലേ ഇങ്ങനെ തന്നെയാ, എന്തായാലും വേഗം വാന്ന് പറഞ്ഞിട്ട് അവര് നേരെ മീറ്റിംഗ് നടക്കുന്ന ആ ഹാളിലേക്ക് ചെല്ലുകയാണ്. ഇപ്പൊ ആ ഒരു ബയോടെക്നോളജി കമ്പനിയുടെ സിഇഒ മിസ്റ്റർ കോങ് അവിടെ നിന്ന് എല്ലാവരോടും ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇയാൾ വലിയൊരു കണ്ടുപിടുത്തം നടത്തിയിരിക്കുകയാണ്. അതിനെക്കുറിച്ചാണ് എല്ലാവരോടും ഇയാൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മനുഷ്യർ ഇപ്പൊ എങ്ങനെയാ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത്? അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചല്ലേ, ശബ്ദത്തിലൂടെയല്ലേ? എന്നാൽ ഈ പുതിയ കണ്ടുപിടുത്തത്തിലൂടെ മനുഷ്യർക്ക് ഇനി പരസ്പരം സംസാരിക്കാനായിട്ട് വായ തുറക്കേണ്ട ആവശ്യമില്ല. ഞാൻ എന്തെങ്കിലും ചിന്തിച്ചാൽ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അതായത് ഈ പ്രാണികൾ അവരുടെ ഇടയിൽ നടത്തുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഉണ്ട്. അത് അവരുടേതായ ഒരു കഴിവാണ്. ആ കഴിവ് മനുഷ്യന് കിട്ടുന്ന രീതിയിലുള്ള ഒരു കണ്ടുപിടുത്തമാണ് ഈ ഒരു മിസ്റ്റർ കോങ് കൊണ്ടുവന്നിട്ടുള്ളത്. സോ ഇത് മനുഷ്യരാശിയെ തന്നെ മാറ്റിമറിക്കാൻ പോവാ എന്നൊക്കെയാണ് ഇയാൾ പറയുന്നത്. ഇയാൾ ഇങ്ങനെ സ്റ്റേജിൽ കയറി സംസാരിക്കുമ്പോൾ നേരത്തെ പോലീസിനെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയ ആ ആളുണ്ടല്ലോ, ഈദനും ആ ഒരു ഫംഗ്ഷനിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈദനെ കണ്ടപാട് തന്നെ മിസ്റ്റർ കോങ് ഒന്ന് എന്താ പറയാ പേടിച്ചു പോവാണ്. ചെറിയൊരു പരുങ്ങലോടുകൂടി ഇയാൾ നേരെ താഴേക്ക് വരുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ഈ കോങ്ങിനെ കണ്ട് സംസാരിക്കാനായിട്ട് നമ്മുടെ കെവിനും ഈവയും വന്നപ്പോൾ പെട്ടെന്ന് തന്നെ അവോയ്ഡ് ചെയ്ത് കോങ് മറ്റൊരു സ്ഥലത്തേക്ക് പോവാണ്. അപ്പൊ തന്നെ കോങ്ങിനെ പോലീസുകാർ വിളിക്കുന്നുണ്ട്. സാറേ, നിങ്ങളുടെ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന ഈദൻ എന്ന് പറഞ്ഞ ഒരാൾ വിളിച്ച് ഒരു മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്, നിങ്ങളുടെ ബിൽഡിംഗിൽ ഒരു ബയോ വെപ്പൺ അറ്റാക്ക് നടത്താൻ പോവാണെന്ന്. ഇത് കേട്ട കോങ് ഞെട്ടിപ്പോവാണ്. അതുപോലെ തന്നെ കോങ് പോലീസുകാരോട് പറയുന്നുണ്ട്, നിങ്ങൾ ഈ പറഞ്ഞ ഈദൻ കുറച്ചു നേരം മുന്നേ ഈ ബിൽഡിംഗിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ തന്നെ ആ ഒരു പോലീസുകാരൻ പറയുന്നുണ്ട്, സാറേ നിങ്ങൾ സേഫ് ആയിട്ടുള്ള എവിടേക്കെങ്കിലും ഒന്ന് മാറി നിൽക്കുന്ന പറയണം. വേഗം തന്നെ കോങ് അയാളുടെ പ്രൈവറ്റ് റൂമിലേക്ക് പോകുന്നുണ്ട്. എന്നാൽ പെട്ടെന്നാണ് അങ്ങോട്ടേക്ക് ഈദൻ വരുന്നത്. ഒരു പരിഹാസ ഭാവത്തിൽ ഈദൻ ഇപ്പൊ കോങ്ങിനെ നോക്കിയിട്ട് പറയണം, നിങ്ങളുടെ കണ്ടുപിടുത്തം അതെന്തായാലും വല്ലാത്തൊരു കണ്ടുപിടുത്തം തന്നെ. വളരെ പുച്ഛത്തോട് കൂടിയിട്ടാണ് ഈദൻ ഈ കാര്യം കോങ്ങിനോട് പറയുന്നത്. കാരണം എന്താണെന്നറിയോ, ശരിക്കും അത് കണ്ടുപിടിച്ചത് ഈദനാണ്. അത് സ്വന്തം പേരിലാക്കി അവനെ കമ്പനിയിൽ നിന്ന് ചവിട്ടി പുറത്താക്കി എല്ലാ ക്രെഡിറ്റും ഈ കോങ് എടുത്തിരിക്കുകയാണ്. ഇപ്പൊ അവനെ കണ്ട് ദേഷ്യം വന്ന കോങ് അവനെ അടിച്ച് പുറത്താക്കാണ്, ഇറങ്ങി പോടാന്ന് പറഞ്ഞിട്ട്. എന്നാൽ പെട്ടെന്നാണ് ഈദൻ ഒരു മരുന്നെടുത്ത് ഈ കോങ്ങിന്റെ കഴുത്തിൽ കുത്തിവെക്കുന്നത്. അപ്പൊ തന്നെ ഈദനെ അവിടെ ഉണ്ടായിരുന്ന റൂമിലേക്ക് തള്ളിയിട്ട് കോങ് ലോക്ക് ചെയ്യുന്നുണ്ട്. കോങ് പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടെങ്കിലും ആ മരുന്നല്ല വൈറസ് പൂർണ്ണമായിട്ടും അയാളുടെ ഉള്ളിലേക്ക് കയറി അത് പ്രവർത്തിക്കാൻ തുടങ്ങുകയാണ്. വളരെ ഭീകരമായ രീതിയിൽ അയാൾ വെള്ള നിറത്തിൽ എന്തോ ഛർദ്ദിക്കുകയാണ്. മാത്രമല്ല അധികം വൈകാതെ ഒരു സോംബിയായി മാറിയ ഈ കോങ് അവിടെ തന്നെ ഉണ്ടായിരുന്ന മറ്റൊരാളെ അറ്റാക്ക് ചെയ്യാണ്. എന്നാൽ ഈ കാര്യമൊന്നും അവിടെയുള്ള ആരും അറിയുന്നില്ല. അതുപോലെ കെവിനും ഈവയും ഇപ്പൊ കോങ്ങിനെ കാണാൻ പറ്റാത്തതുകൊണ്ട് തൽക്കാലം കഫേയിൽ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവരവിടെ പോയിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ കോങ്ങിനെ വിളിച്ച ആ പോലീസുകാരൻ ഈ ബിൽഡിംഗിലേക്ക് വന്നിട്ടുണ്ട്. ഇയാളെ തൽക്കാലം നമുക്ക് ഡാനി എന്ന് വിളിക്കാം. ഇപ്പൊ ഡാനി വന്നിട്ട് കോങ് എവിടെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കോങ്ങിന്റെ ജീവൻ ആപത്തുണ്ട് എന്ന് പറഞ്ഞു തീർന്നില്ല. അപ്പോഴേക്ക് ആ വലിയ പ്രശ്നം എന്താണെന്ന് ഇവർ മനസ്സിലാക്കുകയാണ്. ഒരു സോംബി അറ്റാക്ക്. സോംബിയായി മാറിയ ഓരോ ആൾക്കാരും പിന്നീട് ആ ഹാളിലേക്ക് വന്നിട്ട് പലരെയും കടിച്ചു പറിക്കാൻ തുടങ്ങി. ഇത് കണ്ടപാട് തന്നെ ഈ പോലീസുകാരൻ ഒറ്റയടിക്ക് ആ ബിൽഡിംഗ് മുഴുവനായിട്ടും ലോക്ക് ചെയ്യാൻ പറയാണ്. ഒരാൾ പോലും ഇനി അകത്തേക്ക് വരാനും പാടില്ല, പുറത്തേക്ക് പോകാനും പാടില്ല. ഇതേ സമയത്ത് തന്നെ കഫേയിൽ നിന്നും ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന കെവിനെയും ഈവിയും കാണിക്കുന്നുണ്ട്. കെവിൻ ഇപ്പോൾ അവന്റെ പുതിയ ഭാര്യ ഹന്നയും അതുപോലെ തന്നെ അവരുടെ മകളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കാണുന്ന നമ്മുടെ ഈവയ്ക്ക് അത്ര സഹിക്കുന്നില്ല. അവളുടെ പഴയ ഹസ്ബൻഡ് അല്ലേ. ഇവർ രണ്ടുപേരും സെപ്പറേറ്റ് ആവാനുള്ള പ്രധാന കാരണം അവൾ തന്നെയാണ്. അവളുടെ സ്വഭാവം ഒരു ഇച്ചിരി അഗ്രസീവ് ആണ്, അതുകൊണ്ട് തന്നെയാണ്. എന്നാൽ കെവിൻ ആണെങ്കിൽ ഭയങ്കര ശാന്തനുമാണ്. ഇതേ സമയം തന്നെ ഈ ബിൽഡിംഗിലേക്ക് 2 ടീനേജ് പിള്ളേര് വരുന്നുണ്ട്. ഒരാളുടെ പേര് ലില്ലി, മറ്റേ ആളുടെ പേര് സോഫി. ഈ ലില്ലി ഭയങ്കര ഹാപ്പിയിലാണ്. അതുപോലെ തന്നെ സോഫിയുടെ മുഖത്താണെങ്കിൽ ഭയങ്കര എന്തോ ബുദ്ധിമുട്ടുള്ളത് പോലെ. ഇതിനുശേഷം അവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാരനായിട്ടുള്ള ലിയോയെ കാണിക്കുകയാണ്. അപ്പൊ അവനക്ക് കോള് വരുന്നുണ്ട്. ആരെയും
ആരെയും ഉള്ളിലേക്ക് കടത്തി വിടുവും വേണ്ട, പുറത്തേക്ക് വിടുവും വേണ്ട, ഫുള്ളായിട്ട് ലോക്ക് ചെയ്തേക്കെന്ന് പറഞ്ഞിട്ട് ഇതിനുശേഷം കെവിനെയും ഈവയും കാണിക്കുന്നുണ്ട്. ഇപ്പൊ ഈവ പറയാണ് ഇവിടെ എന്തൊക്കെയോ ഒരു പ്രശ്നം ഉള്ളതുപോലെ എന്തൊക്കെയോ ഒച്ചപ്പാടും ബഹളവും കേൾക്കുന്നുണ്ടല്ലോ. പറഞ്ഞു തീർന്നില്ല, അപ്പോഴേക്കും ഒരുപാട് സോംബികൾ അങ്ങോട്ടേക്ക് പാഞ്ഞു വരികയാണ്. കണ്ട വാർഡിനെ കെവിനും ഈവയും അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടുകയാണ്. ഈ സമയത്താണ് ഈവ ഒരു കാര്യം കാണുന്നത്. കാലിന് വയ്യാത്തൊരു സ്ത്രീ വീൽ ചെയറിൽ പോകുന്നുണ്ടായിരുന്നു. ആളുകൾ ഓടിയ സമയത്ത് അതെല്ലാം താഴേക്ക് മറിഞ്ഞു വീണ് അവർക്ക് മുന്നോട്ടേക്ക് പോകാൻ കഴിയുന്നില്ല. സോ ഈവ ചെന്നിട്ട് ആ സ്ത്രീയെ രക്ഷപ്പെടുത്തുകയാണ്. അവരുടെ പേര് റൂബി എന്നാണ് കേട്ടോ. അപ്പൊ തന്നെ ഈ റൂബിയുടെ ബ്രദർ ആയിട്ടുള്ള നമ്മൾ നേരത്തെ കണ്ട ആ ഒരു സെക്യൂരിറ്റി ജീവനക്കാരനുണ്ടല്ലോ ലിയോയും വേഗം അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അങ്ങനെ ഇവര് നാലുപേരും കൂടെ ഒരുമിച്ച് ഓടി രക്ഷപ്പെടുന്ന സമയത്ത് പെട്ടെന്ന് ഇവരുടെ മുന്നിലേക്ക് വന്ന ഒരു സോംബി അവിടുത്തെ ആ ഒരു TV സ്ക്രീനിൽ ഒരു മനുഷ്യന്റെ രൂപം കണ്ട് അതിലേക്ക് ചാടി കയറി അറ്റാക്ക് ചെയ്യാൻ നോക്കുകയാണ്. എന്തായാലും ആ ഒരു ഗ്യാപ്പിൽ ഇവർ അവിടെ ചെറിയൊരു ഷോപ്പ് കാണുകയാണ്. ഒരു ഡ്രസ്സിന്റെ കടയെ തോന്നുന്നു. അങ്ങോട്ടേക്ക് ഓടിക്കയറുന്നുണ്ട്. ഓടിക്കയറിയതിനു ശേഷമാണ് ഈവ നോക്കുന്നത്. ഇവരുടെ കൂടെ വന്ന കെവിൻ ഇപ്പോഴും പുറത്തു തന്നെയാണ്. അങ്ങനെ ഈവ വേഗം പുറത്തേക്ക് പോയി ഒരു സോംബിയുടെ കയ്യിൽ പെട്ടുപോയ കെവിനെയും രക്ഷപ്പെടുത്തി ഇവർ വേഗം ഉള്ളിലേക്ക് വന്ന് ഉള്ളിൽ നിന്ന് ലോക്ക് ചെയ്യാണ്. എന്നാൽ ഉള്ളിൽ കയറിയപ്പോഴാണ് ഇവരൊരു കാര്യം കാണുന്നത്. ഇവർ മാത്രമല്ല, ഇവരെ കൂടാതെ വേറെയും ചില ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. ഒരു കോട്ടും സ്യൂട്ടും ഒക്കെ ഇട്ട ഒരു ബിസിനസ്സുകാരൻ, അതുപോലെ തന്നെ നേരത്തെ വന്ന ആ ഒരു പോലീസുകാരനുണ്ടല്ലോ ഡാനി, അയാളുണ്ട്. വേറെയും കുറച്ച് ആൾക്കാരുണ്ട്. എന്തായാലും ഇവരെ ഗ്ലാസിനുള്ളിലൂടെ കണ്ട ആ സോംബികൾ നേരെ അങ്ങോട്ടേക്ക് വന്ന് ഗ്ലാസ് അടിച്ചു പൊളിക്കാൻ നോക്കുകയാണ്. ഇതിനിടയിൽ പേടിച്ചു പോയ ഈ പോലീസുകാരൻ ഡാനി ഉണ്ടല്ലോ പിന്നിലേക്ക് നടന്നപ്പോൾ അറിയാതെ സ്വിച്ചിൽ അമർത്തി ലൈറ്റ് ഓഫ് ആകുവാണ്. ലൈറ്റ് ഓഫ് ആയപ്പോൾ അതിന്റെ ഉള്ളിൽ ഇരുട്ടാവുന്നുണ്ട്. ഇരുട്ടായപ്പോൾ ഇവരാരെയും സോംബികൾക്ക് കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ സോംബികൾ തിരിച്ചുപോയി തൊട്ടപ്പുറത്ത് വേറൊരു കടയുണ്ടായിരുന്നു. അതും ഇതുപോലെ തന്നെ ഗ്ലാസിന്റെ മറ മാത്രമാണ് മുന്നിൽ ഉണ്ടായിരുന്നത്. അതിന്റെ ഉള്ളിലാണെങ്കിലോ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ലില്ലി, അതുപോലെ തന്നെ സോഫി, അവരുടെ കൂടെ വേറൊരു പയ്യനും കൂടെ ഒളിച്ചിരിക്കുന്നുണ്ട്. എന്നാൽ അതിന്റെ ഉള്ളിൽ വെളിച്ചുള്ളത് കൊണ്ട് തന്നെ സോംബികൾ ഓടിച്ചെന്ന് ആ ചില്ല അടിച്ചു പൊളിക്കാൻ നോക്കുകയാണ്. ഇവിടെ വെച്ചാണ് ഒരു കാര്യം മനസ്സിലാവുന്നത്. സാധാരണ നമ്മൾ സിനിമയിൽ കാണുന്നത് പോലെയുള്ള സോംബികളല്ല ഇത്. ഈ സോംബികളുടെ എല്ലാം മൈൻഡ് പരസ്പരം കണക്റ്റഡ് ആണ്. കൂട്ടത്തിലെ ഒരു സോംബി ഒരു കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാവർക്കും ഒറ്റയടിക്ക് അത് മനസ്സിലാകും. സോ ഈ ചില്ലിങ്ങനെ എന്താ പറയാ പലരായിട്ട് വന്ന് അടിച്ചാൽ തകരില്ല. എല്ലാവരും കൂടെ ഒരുമിച്ച് പോയി മുട്ടിയാൽ പെട്ടെന്ന് തകരുന്ന് മനസ്സിലാക്കിയ സോംബികൾ എല്ലാവരും ഒന്ന് ബേക്കിലേക്ക് പോകും. ആഞ്ഞു വന്നൊന്നടിക്കും. ഏകദേശം ആ ഒരു ചില്ല് പൊട്ടാനായിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ട നമ്മുടെ ഈവ എങ്ങനെയെങ്കിലും ആ ഒരു പിള്ളേരെ രക്ഷിക്കണം, എന്തെങ്കിലും ഒരു ഐഡിയ എടുക്കണം എന്ന് പറയുമ്പോൾ കാലിന് വയ്യാത്ത റൂബി പറയാണ്, നീ ഒരു കാര്യം ചെയ്യും, എന്റെ ഈ വീൽ ചെയർ എടുക്കുക, അത് വെച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്ക്. അങ്ങനെ ഈവ ഒരു ഐഡിയ കണ്ടുപിടിക്കുന്നത് അവിടെ ഉണ്ടായിരുന്ന ഈ മനുഷ്യരുടെ കട്ടൗട്ടുകൾ ഉണ്ടല്ലോ, ഇത് ഈ വീൽ ചെയറിന്റെ 4 ഭാഗത്തും വെച്ച് പതിയെ ഇതിനെ റിമോട്ട് വെച്ച് മുന്നിലേക്ക് തള്ളി വിടുകയാണ്. അപ്പൊ ഇത് കണ്ടപ്പോൾ സോംബികൾ അത് മനുഷ്യരാണെന്ന് കരുതിയിട്ട് അതിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് നേരെ അങ്ങോട്ടേക്ക് പോവാണ്. ഈ ഗ്യാപ്പിന് ഈവ വാതിൽ തുറന്ന് ലില്ലിയോടും സോഫിയോടും പിന്നെ അതിന്റെ ഉള്ളിലുണ്ടായിരുന്ന ആ പയ്യനോടും എങ്ങനെങ്കിലും വാതിൽ തുറന്ന് ഇങ്ങോട്ടേക്ക് ഓടി വരാൻ പറയുന്നുണ്ട്. എന്തായാലും സോംബികൾ പോയ സമയം നോക്കി ആ കടയിൽ ഉണ്ടായിരുന്ന എല്ലാവരും ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. കൂട്ടത്തിൽ നമ്മുടെ സോഫിയും വരുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അവിടെ ബാക്കിയുള്ളത് നേരത്തെ നമ്മൾ കണ്ട ലില്ലി, അതുപോലെ തന്നെ അവളുടെ ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള ഒരു മഞ്ഞ മുടിയനാണ്. എന്നാൽ ലില്ലിയും കൂട്ടിയിട്ട് അങ്ങോട്ടേക്ക് വരാൻ നിൽക്കുമ്പോൾ ഈ പെണ്ണിന് ഒടുക്കത്തെ പേടി, അവള് നടക്കുന്നില്ല. ഇപ്പൊ അവളുടെ ബോയ് ഫ്രണ്ട് വിചാരിച്ച് ഇവളെയും നോക്കി നിന്നാൽ ഞാൻ പെടുന്നു. അതുകൊണ്ട് ലില്ലി അവിടെ ഇട്ട് അവൻ ഓടി ഷോപ്പിന്റെ ഉള്ളിലേക്ക് കയറി രക്ഷപ്പെടുകയാണ്. പേടിച്ചു പോയ ലില്ലി ആണെങ്കിൽ അവൾ നിന്ന കടയിലേക്ക് തന്നെ തിരിച്ചു പോകണം. ഇത് കണ്ട ഈവയും അതുപോലെ തന്നെ കെവിനും പറയണം, എങ്ങനെയെങ്കിലും ആ പെണ്ണിനെ കൂടെ രക്ഷപ്പെടുത്തണല്ലോ. ആരിപ്പം അങ്ങോട്ടേക്ക് പോവാ. കെവിൻ ഒന്നും ആലോചിച്ചില്ല, വാതിലും തുറന്ന് അങ്ങോട്ടേക്ക് ഓടി ചെല്ലുകയാണ്. എന്നിട്ട് ലില്ലിയോട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി പേടിക്കേണ്ടവാ, ഞാൻ രക്ഷിക്കാന്ന് പറഞ്ഞിട്ട് അവളെയും കൂട്ടി ഓപ്പോസിറ്റ് എല്ലാവരും നിൽക്കുന്ന ആ സ്ഥലത്തേക്ക് പോകാൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഇവർക്ക് നേരെ ഒരു സോംബി വരുന്നുണ്ട്. ഒരു ഭാഗത്തേക്ക് ലില്ലിയും തെറിച്ച് വീഴുന്നുണ്ട്, അതുപോലെ തന്നെ വേറൊരു ഭാഗത്തേക്ക് കെവിനും തിരിച്ചു വീഴുകയാണ്. ആ സോംബി ആണെങ്കിലും നേരെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത് ലില്ലിയാണ്. അപ്പൊ തന്നെ ചില സാധനങ്ങൾ കെവിൻ ഈ സോംബിയുടെ ദേഹത്തേക്ക് എടുത്തെറിഞ്ഞ് സോംബിയുടെ ശ്രദ്ധ കെവിന്റെ നേരേക്ക് മാറ്റുകയാണ്. കെവിൻ എന്താക്കി, ആ ശ്രദ്ധ വന്നു എന്ന് കണ്ടപ്പോൾ തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടുന്നുണ്ട്. നേരത്തെ ഈ സോംബികളെ പറ്റിച്ചത് മനുഷ്യന്റെ ചിത്രമുള്ള ആ ഒരു കട്ടൗട്ട് വെച്ചല്ലേ, ഇതേ പരിപാടി തന്നെ കെവിൻ ഇവിടെ വെച്ചും കാണിച്ച് രക്ഷപ്പെടുന്നുണ്ട്. എന്നാൽ നേരത്തെ ആ ഒരു വീൽ ചെയറിൽ ഒട്ടിച്ച ആ ഒരു കട്ടൗട്ടിന് പിന്നാലെ കുറെ സോംബികൾ പോയല്ലോ. എല്ലാം കൂടി ഓടിച്ചെന്ന് അതിനെല്ലാം പിടിച്ചു വലിച്ച് താഴേക്കിട്ട് അതിനെ കടിക്കാൻ നോക്കുമ്പോൾ കൂട്ടത്തിലെ ഒരു സോംബിക്ക് മനസ്സിലായി ഇവർ ചതിക്കപ്പെട്ടു, ഇത് മനുഷ്യരല്ലാന്ന്. അപ്പൊ തന്നെ അത് എഴുന്നേറ്റ് നിന്ന് ഒരു കൂക്കല് കൂക്കാണ്. അതേ സെക്കൻഡിൽ തന്നെ ബാക്കിയുള്ള എല്ലാ സോംബികളും എഴുന്നേറ്റ് നിന്ന് അതുപോലെ കൂക്കുകയാണ്. അതായത് ഇത് ശരിക്കും മനുഷ്യരല്ല, ശരിക്കും മനുഷ്യർ വേറെയാണെന്ന് ഇത് മനസ്സിലാക്കിയല്ലോ. അത് ബാക്കിയുള്ള എല്ലാ സോംബികളും മനസ്സിലാക്കുന്നുണ്ട്. കെവിന്റെ പിന്നാലെയും ഒരു സോംബി പോയില്ലേ, ആ സോംബി ഇത് മനസ്സിലാക്കുകയാണ്. സോ ആ കട്ടൗട്ടിന്റെ പിന്നാലെ പോരുത്, ശരിക്കുള്ള മനുഷ്യനെ കണ്ടുപിടിക്കണമെന്ന്. അങ്ങനെ ആ സോംബി കെവിനെ കണ്ടുപിടിക്കുകയാണ്. കെവിന്റെ പിന്നാലെ ഓടുന്നുണ്ട്. കെവിനും എങ്ങനെയൊക്കെയോ വട്ടത്തിൽ ഓടി അവസാനം എല്ലാവരും ഒളിച്ചിരിക്കുന്ന ആ ക്യാബിന്റെ ഉള്ളിലേക്ക് ഓടി വന്ന് കയറാൻ നിൽക്കുമ്പോഴേക്കും ഒരു 4-5 സോംബികൾ വന്നിട്ട് കെവിനെ ഒറ്റച്ചാട്ടത്തിന് പിടിക്കുകയാണ്. ആ സമയത്ത് കെവിന്റെ കയ്യിലുണ്ടായിരുന്ന ഫോൺ തെറിച്ചു പോയിട്ട് എല്ലാവരും ഉള്ള ആ ഒരു ക്യാബിന്റെ ഉള്ളിലേക്ക് വീഴുന്നുണ്ട്. ഇത് കണ്ട ഈവ വേഗം തന്നെ അവനെ രക്ഷിക്കാൻ പോകുന്നുണ്ടെങ്കിലും ബാക്കിയുള്ള എല്ലാവരും അവളെ പിടിച്ചു വെക്കുകയാണ്. എന്തായാലും അപ്പോഴേക്കും ഈ 4-5 സോംബികൾ വന്ന് പാവം നമ്മുടെ കെവിനെ കടിച്ചു കയറുകയാണ്. ഇതേ സമയത്ത് തന്നെ ഉള്ളിലേക്ക് വീണ അവന്റെ ഫോൺ ഉണ്ടല്ലോ, അതിലേക്ക് അവന്റെ ഭാര്യ ഹന്ന വിളിക്കുന്നുണ്ട്. തൽക്കാലം ഈവ ആ
ഒരു ഫോൺ എടുത്ത് വെക്കുന്നുണ്ട്. ആ കോൾ അറ്റൻഡ് ചെയ്യാൻ അവൾക്ക് ധൈര്യം വരുന്നില്ല. ഇതേ സമയം തന്നെ ആ ഒരു ബിൽഡിങ്ങിന്റെ പുറത്ത് ഒരുപാട് ആൾക്കാർ വന്നിട്ട് ഭയങ്കര സമരവും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ ബിൽഡിങ്ങിന്റെ ഉള്ളിൽ ഇവരുടെ വേണ്ടപ്പെട്ട ഒരുപാട് ആൾക്കാരൊക്കെ പെട്ട് കിടക്കുന്നുണ്ടാവുകയെ. ഇതേ സമയം തന്നെ ബിൽഡിങ്ങിന്റെ ഉള്ളിലുള്ള ഇവയെ കാണിക്കുകയാണ്. അവളുടെ കയ്യിലുള്ള കെവിന്റെ ഫോണിലേക്ക് വീണ്ടും വീണ്ടും ഹന്ന വിളിക്കുന്നുണ്ട്. അങ്ങനെ രക്ഷയില്ലാതെ അവസാനം ഇവ ഫോൺ എടുക്കുന്നുണ്ട്. വീഡിയോ കോൾ ആയിരുന്നു. ഹന്ന വിചാരിച്ചതുപോലെ കോൾ എടുത്തത് അവളുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള കെവിൻ ആയിരുന്നില്ല, പകരം ഈവയായിരുന്നു. ഈവയോട് എന്താ പറ്റിയത്, കെവിൻ എവിടെ എന്നൊക്കെ ഹന്ന ചോദിക്കുന്നുണ്ടെങ്കിലും ഈവ ഒന്നും പറയുന്നില്ല. അപ്പൊ തന്നെ എന്തോ അപകടം സംഭവിച്ചു എന്ന് ഹന്നയ്ക്ക് മനസ്സിലായി. അതുപോലെ തന്നെ കെവിന്റെ മോളുണ്ടല്ലോ, അവൾക്ക് മനസ്സിലായി. അപ്പൊ അവളിങ്ങനെ കരഞ്ഞു വന്ന് അച്ഛൻ എന്താ പറ്റിയെന്ന് ചോദിക്കാൻ നിൽക്കുമ്പോഴേക്കും ഹന്ന ഫോൺ കെട്ടിയാണ്. കാരണം ഇനി അഥവാ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തൽക്കാലം മോളി പറയണ്ട എന്ന് കരുതിയിട്ട്. അതുപോലെ തന്നെ നടക്കാൻ കഴിയാത്ത റൂബി, അവൾക്കിനി പോകാൻ വീൽ ചെയർ ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ അവളുടെ ബ്രദർ ആയിട്ടുള്ള ലിയോ അവൾക്ക് ഇരിക്കാനായിട്ടുള്ള ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ റെഡിയാക്കുകയാണ്. ഇതേ സമയം തന്നെ ഇവരുടെ കൂടെ ഒരു പോലീസുകാരനുണ്ടല്ലോ, അതായത് ഡാനി. അപ്പൊ ഡാനിയോട് ചോദിക്കുകയാണ്, എന്താണോ നമ്മളെ രക്ഷപ്പെടുത്താൻ ആരും ഉള്ളിലേക്ക് വരാത്തത്, എന്താ ഇവിടുത്തെ പ്രശ്നം? അപ്പൊ ഡാനിയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരാളെ ഉള്ളിലേക്ക് കടത്തി വിടുന്നുമില്ല, ഇവിടെ ഉള്ളിലുള്ള ഒരാളെ പുറത്തേക്ക് വിടുവില്ല. കംപ്ലീറ്റ്ലി ലോക്ക്ഡൌൺ ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇതിനെല്ലാത്തിന്റെയും തുടക്കക്കാരനായിട്ടുള്ള ഈദൻ എന്നൊരാൾ ഇവിടെ ഉണ്ട്. ഈ ഒരു സോംബി അറ്റാക്കിനെതിരെയായിട്ടുള്ള ആന്റി വൈറസ് അവന്റെ ശരീരത്തിലാണ് ഉള്ളത് എന്നാണ് എന്നെ വിളിച്ച പോലീസുകാർ പറഞ്ഞത്. അവരോട് ആ ഒരു കാര്യം പറഞ്ഞത് ഈദൻ തന്നെയാണ്. സോ എങ്ങനെയെങ്കിലും ഈ ഈദനെ ഒന്ന് കണ്ടുപിടിക്കണം, എന്നാൽ നമുക്ക് പുറത്തേക്ക് രക്ഷപ്പെട്ടു പോകാൻ കഴിയും. ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആ ഒരു കോട്ടിട്ട ബിസിനസ്സുകാരുണ്ടല്ലോ, ഇയാൾ പറയാണ്, എടോ ഈ സോംബികൾക്കിടയിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് അവനെ കണ്ടുപിടിക്കുക? എന്നാൽ പെട്ടെന്ന് മുന്നോട്ടേക്ക് വന്ന് ഈവ പറയാണ്, ഈദൻ എവിടെയാണെന്ന് എനിക്കറിയാം, ഞാൻ അവനെ കണ്ടതാ. മിസ്റ്റർ കോങ്ങിന്റെ മുറിയിലേക്ക് അവൻ പോകുന്നത് ഞാൻ എന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടതാ. പക്ഷെ അങ്ങോട്ടേക്ക് നമ്മളെല്ലാവരും എങ്ങനെ പോകുമെന്നാണ് ബാക്കിയുള്ളവർ ചോദിക്കുന്നത്. ഈ സമയത്താണ് ഈവ അവൾ മനസ്സിലാക്കിയ ആ കാര്യം പറയുന്നത്. അതായത് അവളും ജോലി ചെയ്യുന്നത് ഈ ഈദനും അതുപോലെ തന്നെ മിസ്റ്റർ കോങ്ങിന്റെ ഒക്കെ ആ ഒരു കമ്പനി ഉണ്ടല്ലോ, അതേ ആ ഒരു ബയോടെക്നോളജി കമ്പനിയിൽ തന്നെയാണ്. സോ കാര്യങ്ങളൊക്കെ കണ്ടു മനസ്സിലാക്കാനുള്ള ശേഷി അവൾക്കും ഉണ്ട്. അതായത് തുടക്കത്തിൽ ഇവരെല്ലാവരും ആ ഒരു സോംബികളെ മനുഷ്യരുടെ ചിത്രമുള്ള കട്ടൗട്ടുകൾ വെച്ച് പറ്റിച്ചായിരുന്നല്ലോ. എന്നാൽ അവ അത് മനസ്സിലാക്കി അത് മനുഷ്യരല്ലാന്ന്. അതായത് കൂട്ടത്തിലെ ഒരു സോംബി കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി, അത് ബാക്കിയുള്ള എല്ലാ സോംബികൾക്കും സെക്കൻഡുകൾ കൊണ്ട് അതേ കാര്യം മനസ്സിലാവും. അവര് മൈൻഡ് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഇച്ചിരി ഇന്റലിജൻസും അവർക്ക് കൂടി വരുന്നുണ്ട്. എന്നാൽ ഇത് കേട്ട് ബാക്കിയുള്ളവർ പറയാണ്, വെറുതെ വിഡ്ഢിത്തരം വിളിച്ചു പറയല്ലേ, ഇതൊന്നും സാധ്യമായ കാര്യമല്ല. ഈ സമയത്താണ് ഈവ പറയുന്നത്, അങ്ങനെയാണെങ്കിൽ ഉറുമ്പുകളുടെ കാര്യം നിങ്ങൾക്കറിയോ? ഈ ഉറുമ്പുകൾ എങ്ങനെയാ സംസാരിക്കുന്നത്? അവരുടെ ശരീരത്തിൽ നിന്നും ഫിറമോൺ എന്നൊരു സാധനം പുറപ്പെടുവിക്കുമ്പോൾ അത് ബാക്കിയുള്ള ഉറുമ്പുകൾക്ക് മനസ്സിലാവും. ശരിക്കും അതാണ് അവരുടെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഈ സോംബികളെ നിങ്ങൾ കണ്ടോ, അവർ ഛർദ്ദിക്കുന്ന ആ വെള്ള നിറത്തിലുള്ള സാധനം, അതിലൂടെയാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ചില സമയത്ത് ഉറുമ്പുകളുടെ ഈ ഒരു മെത്തേഡ് അവർക്ക് തന്നെ പണിയാവാറുണ്ട്. കാരണം ഉറുമ്പുകൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ അത് റോങ് ആണെങ്കിൽ ആ വിവരം ബാക്കിയുള്ള ഉറുമ്പുകൾക്ക് പാസ് ചെയ്യുമ്പോൾ ആ റോങ് ആയിട്ടുള്ള കാര്യത്തിൽ ചുറ്റിപ്പറ്റി അവരങ്ങനെ കുടുങ്ങിപ്പോവും. അതേ ട്രിക്ക് തന്നെ നമ്മൾ ഇവിടെ ഉപയോഗിക്കണം. ഏതെങ്കിലും ഒരു സോംബിയെ നമ്മൾ പറ്റിക്കണം, അതിന് തെറ്റായ ഒരു വിവരം നമ്മൾ കൊടുക്കണം, എന്നിട്ട് അതിനെ കൊടുക്കണം. അതുവഴി നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റും. പക്ഷേ എന്താണ് നമ്മൾ ചെയ്യുക? കാര്യങ്ങളൊക്കെ ഏവ പറയുന്നുണ്ട്, അതിവർക്ക് മനസ്സിലാവുന്നുണ്ട്, എന്നാൽ എന്ത് ചെയ്യണം എന്ന് ആർക്കും ഒരു പിടിയുമില്ല. അപ്പൊ ഏവ പറയാണ്, നേരത്തെ നമ്മൾ എങ്ങനെയാണ് സോംബികളെ പറ്റിച്ചത് അതുപോലെ തന്നെ. അതായത് നിലവിൽ ഇപ്പൊ സോംബികൾക്ക് മനസ്സിലായിട്ടുണ്ട് മനുഷ്യരുടെ മണം എന്താണ്. ആ ഗന്ധം അവർ ശരിക്കും പിടിച്ചെടുത്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാൾ തൊട്ടപ്പുറത്ത് ഒരു പെർഫ്യൂം ഷോപ്പ് ഉണ്ട്, അങ്ങോട്ടേക്ക് ചെല്ലണം. അവിടെയുള്ള പെർഫ്യൂം കുറെ അധികം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം. മാത്രമല്ല അയാളുടെ ദേഹത്ത് ഈ പെർഫ്യൂം കുറച്ചാക്കി മനഃപൂർവ്വം ഒരു സോംബിയുടെ കയ്യിൽ പിടികൊടുക്കണം, പക്ഷെ രക്ഷപ്പെടുകയും വേണം. അതിലൂടെ ആ സോംബി എന്ത് മനസ്സിലാക്കും, മനുഷ്യരുടെ സ്മെല്ല് ആ പെർഫ്യൂമിന്റെ സ്മെല്ലാണെന്ന്. ഇതിനുശേഷം നമ്മൾ എന്താക്കണം, കൊണ്ടുവന്ന് ഈ പെർഫ്യൂം മുഴുവൻ ഇവിടെയുള്ള ആ ഒരു മനുഷ്യരുടെ കട്ടൗട്ടുകൾ ഉണ്ടല്ലോ അതിൽ നിറച്ചൊഴിച്ചു വെക്കണം. സോ നേരത്തേതുപോലെ തന്നെ വീണ്ടും അവറ്റകൾ പറ്റിക്കപ്പെടും. ഓക്കെ, നല്ല ഐഡിയ ആണ്. പക്ഷെ പെർഫ്യൂം എടുക്കാനായിട്ട് ആ പെർഫ്യൂം ഷോപ്പിലേക്ക് ഇവരെങ്ങനെ പോകും? ഈ കൂട്ടത്തിൽ ആര് പോകും? ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട്. എന്നാൽ ആ കൂട്ടത്തിൽ നിന്ന് മുന്നോട്ടേക്ക് വന്നത് കുറച്ച് പ്രായമായിട്ടുള്ള ഒരു അപ്പാപ്പനായിരുന്നു. തൽക്കാലം നമുക്ക് ലൂക്കാസ് എന്ന് വിളിക്കാം. എന്നാൽ ആ അപ്പാപ്പനെ കണ്ടപാട് തന്നെ ആ കോട്ടിട്ട ആള് പറയണ, എടോ കിഴവ, നിങ്ങളെ കൊണ്ടൊന്നും പറ്റില്ല. ഇപ്പൊ അവന്റെ കൈ പിടിച്ച് ഒരറ്റ തിരി കൊടുത്തിട്ട് പറയണ, ഡാ നിന്റെയൊക്കെ പ്രായത്തില് ഓട്ട മത്സരത്തിന് ട്രാക്കിൽ കയറി ഗോൾഡ് മെഡൽ അടിച്ചവനാണ് ഞാൻ. ആ എന്നോട് പുച്ഛം വേണ്ട കേട്ടാ. എന്തായാലും ഈവ പറഞ്ഞ ഈ ഒരു കാര്യം അത് ഞാൻ തന്നെ ചെയ്തോളാന്ന് ആ ഒരു അപ്പാപ്പൻ ലൂക്കാസ് പറയാം. പിന്നീട് അവിടെ ഉണ്ടായിരുന്ന ഈ സെലോ ടൈപ്പും കാര്യങ്ങളുണ്ടല്ലോ, ഇതെല്ലാം എടുത്ത് ഈ ലൂക്കാസ് അപ്പാപ്പന്റെ കയ്യിലും കാലിലും എല്ലാം ചുറ്റി കൊടുക്കുകയാണ്. അഥവാ സോംബി കടിച്ചാലും അപ്പാപ്പന് ഇൻഫെക്റ്റ് ആവാതിരിക്കാൻ. ലൂക്കാസ് അപ്പാപ്പൻ മാത്രമല്ല ബാക്കിയുള്ള എല്ലാവരും ഇതുപോലെ തന്നെ കയ്യിലും കാലിലും ഇതുപോലെ സെലോ ടൈപ്പ് ഒട്ടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പെർഫ്യൂമിന്റെ ഒരു ബോട്ടിൽ അവിടെ ഉണ്ടായിരുന്നു. അത് തുറന്ന് അതിലെ മുഴുവൻ പെർഫ്യൂമും അപ്പാപ്പന്റെ ദേഹത്തേക്ക് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിനുശേഷം അപ്പാപ്പൻ പതിയെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പൊ ഒരു സോംബി കണ്ടു. സോംബിക്ക് അപ്പാപ്പന്റെ സ്മെല്ല് കിട്ടി. അയാളുടെ പിന്നാലെ തന്നെ വരികയാണ്. മാത്രമല്ല സോംബി മനസ്സിലാക്കിയ ആ ഒരു സ്മെല്ലുണ്ടല്ലോ അത് ബാക്കിയുള്ള സോംബികൾക്ക് പാസ് ചെയ്യാണ്. ഇതുപോലെ സ്മെല്ലുള്ള ഒരുത്തൻ ഇതിലൂടെ ഓടുന്നുണ്ട്. മനുഷ്യരുടെ സ്മെല്ല് ഇങ്ങനെയായി മാറിയിട്ടുണ്ട് എന്നുള്ള ഒരു തെറ്റായ വിവരം സോംബികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാണ്. എന്താ
എന്തായാലും നമ്മുടെ അപ്പാപ്പൻ പ്രായം നോക്കണ്ട കേട്ടോ, സോംബികൾക്കിടയിലൂടെ വളഞ്ഞും പൊളഞ്ഞും അവന്മാരെ പറ്റിച്ചു ഓടുന്നുണ്ട്. അവസാനം ആ ഒരു പെർഫ്യൂം ഷോപ്പിലേക്ക് ചെന്നിട്ട് പരമാവധി പെർഫ്യൂം കളക്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് വീണ്ടും അവരുടെ ഇടയിലൂടെ തന്നെ എങ്ങനെയൊക്കെയോ ഓടി രക്ഷപ്പെട്ടു വരികയാണ്. ഈ അപ്പാപ്പന്റെ പകരം വേറെ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പെട്ടുപോയനെ. എന്തായാലും പോയ കാര്യം അത് പൂർത്തീകരിക്കാൻ നമ്മുടെ അപ്പാപ്പനെ കൊണ്ട് പറ്റി. കുറച്ചധികം പെർഫ്യൂമായിട്ട് അപ്പാപ്പൻ ഇവിടെ തന്നെ സേഫ് ആയിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും ഇതിനുശേഷം ഈവ എന്ത് ചെയ്തു, ആ പെർഫ്യൂം നിലത്തങ്ങനെ ഒഴിക്കുകയാണ്. മറ്റൊരു റൂമിലേക്ക് അതങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. ആ റൂമിൽ കുറെ അധികം മനുഷ്യരുടെ കട്ടൗട്ടുകളുണ്ട്. അതിന്റെ ദേഹത്ത് നിറയെ ഈ പെർഫ്യൂം ആക്കുന്നുണ്ട്. മാത്രമല്ല ഇവരുടെ സ്മെല്ല് ഒരു രീതിയിലും സോംബികൾക്ക് മനസ്സിലാവാനും പാടില്ല. അപ്പൊ മറ്റെന്തെങ്കിലും ഒരു സ്മെല്ല് ഇവരുടെ ബോഡിയിൽ വരുത്തിക്കണം. അതായത് ഈ നിലയെല്ലാം ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന എന്തോ ഒരു വാഷിംഗ് ലിക്വിഡ് ഉണ്ട്. അതെടുത്ത് ഇവരെല്ലാവരും അവരുടെ ദേഹത്ത് നന്നായിട്ട് പുരട്ടുകയാണ്. എന്നിട്ട് മനഃപൂർവ്വം തന്നെ ഇവർ ആ ഒരു ഡോർ അത് തുറന്നു വെക്കുന്നുണ്ട്. ഇപ്പൊ 1-2 സോംബീസ് അതിന്റെ ഉള്ളിലേക്ക് കയറി വരുന്നുണ്ട്. ഇവരുടെ ദേഹത്ത് ആ ഒരു ലിക്വിഡ് ഉണ്ടല്ലോ, അതായത് വാഷ് ചെയ്യുന്ന ലിക്വിഡ്, അതിന്റെ സ്മെല്ല് ആയതുകൊണ്ട് തന്നെ സോംബികൾ ഇവരെ തിരിച്ചറിയുന്നില്ല. എന്നാൽ പെർഫ്യൂമിന്റെ സ്മെല്ല് ഈ സോംബികൾക്ക് കിട്ടുന്നുണ്ട്. അത് തൊട്ടപ്പുറത്തെ റൂമിൽ നിന്നാണ് വരുന്നത്. സോ ഈ 2 സോംബികളും നേരെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. അവിടെ ഉണ്ടായിരുന്ന മനുഷ്യരുടെ ആ ഒരു കട്ടൗട്ട്, ഇതിൽ നിറയെ ആ ഒരു പെർഫ്യൂം സ്മെല്ലാണല്ലോ. അപ്പൊ അത് മനുഷ്യരാണെന്ന് മനസ്സിലാക്കി ഇവർ രണ്ടുപേരും, അതായത് സോംബികൾ അതിനെ അറ്റാക്ക് ചെയ്യണം. മാത്രമല്ല ബാക്കിയുള്ള സോംബികൾക്ക് ഈ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നുണ്ട്. അതോടുകൂടിയിട്ട് തെറ്റായ ആ ഒരു വിവരം കിട്ടിയ സോംബികൾ എല്ലാം കൂടെ അങ്ങോട്ടേക്ക് പാഞ്ഞു വരുന്നുണ്ട്. ഈ ഗ്യാപ്പിന് ഓരോരുത്തരും ആ കടയുടെ പുറത്തേക്ക് ഇറങ്ങി നൈസായിട്ട് പുറത്തേക്ക് കിടക്കുകയാണ്. ആ സമയത്ത് ഇവരുടെ അടുത്തുകൂടെ സോംബി പോകുന്നുണ്ടെങ്കിലും ഒരു സോംബി പോലും ഒരു മനുഷ്യനെയും തൊടുന്നില്ല. എന്നാൽ ഇതിനിടയിൽ ചെറിയൊരു അബദ്ധം പറ്റി. സ്കൂളിൽ പഠിക്കുന്ന 2 പെമ്പിളേരില്ലേ, അതിൽ ആ ലില്ലി എന്ന് പറഞ്ഞ പെണ്ണിന് ഭയങ്കര പേടിയാണല്ലോ. രക്ഷപ്പെട്ട് പോകുന്നതിനിടയിൽ ലില്ലി ഒരു സോംബിയുടെ ദേഹത്ത് തട്ടുകയാണ്. ആ സോംബി ആണെങ്കിൽ അവളുടെ ദേഹത്ത് വീഴുകയും ചെയ്തു. അതായത് ഈ സോംബിക്ക് പറ്റിക്കപ്പെട്ടു എന്നുള്ള കാര്യം മനസ്സിലായി. സോ അത് മനസ്സിലായ ഈവയ്ക്ക് ആകെ പേടിയാവുകയാണ്. ഈ വിവരം എങ്ങാനും സോംബിക്ക് മനസ്സിലായാൽ പെട്ടെന്ന് തന്നെ ബാക്കിയുള്ള സോംബികളും ഇങ്ങോട്ടേക്ക് വരും. സോ ഇതിനെ തടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് അവൾ ഒരു ഐഡിയ കണ്ടുപിടിക്കുന്നുണ്ട്. അതായത് തീപിടുത്തം വന്നിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ കെടുത്താൻ വേണ്ടിയിട്ടുള്ള ഓട്ടോമാറ്റിക് വാട്ടറിംഗ് സിസ്റ്റം ഒക്കെ ഇവിടെ ഉണ്ടാവുമല്ലോ. സോ അതിന്റെ ആ ഒരു സെൻസറിൽ പോയിട്ട് അവൾ ലൈറ്റർ ഓൺ ആക്കി വെക്കുകയാണ്. അപ്പൊ എന്തായി, ആ സെൻസർ ഓൺ ആയിട്ട് അങ്ങോട്ടേക്ക് ചെറിയ രീതിയിൽ വെള്ളം ചീറ്റാൻ തുടങ്ങുന്നുണ്ട്. വെള്ളം ദേഹത്താവാൻ തുടങ്ങിയ സമയത്ത് സോംബികൾ ഭയങ്കരമായിട്ട് അസ്വസ്ഥരാവുകയാണ്. മാത്രമല്ല അവര് പറ്റിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയിട്ട് ശരിക്കും മനുഷ്യരെ അറ്റാക്ക് ചെയ്യാനായിട്ട് അവർ വരുന്നുണ്ട്. പണി പാളിന്ന് മനസ്സിലായ ഇവരെല്ലാവരും അവിടെ ഉണ്ടായിരുന്ന ഒരു ലിഫ്റ്റിന്റെ അടുത്തേക്ക് വേഗം ഓടി ചെല്ലുന്നുണ്ട് കേട്ടോ. എന്നാൽ അപ്പോഴേക്കും ഒരു സോംബി ലിഫ്റ്റിന്റെ ഉള്ളിലേക്ക് എത്തി. ഈ സമയത്ത് നമ്മുടെ ലിയോ ഒരു ഇരുമ്പിന്റെ വടിയെടുത്ത് ആ സോംബിയെ അടിച്ച് പുറത്തേക്ക് തെറിപ്പിക്കുകയാണ്. മാത്രമല്ല അവന്റെ പുറത്ത് ബാഗ് പോലെ ഒരു കസേര വെച്ചിട്ടുണ്ട്. അതിലാണ് അവന്റെ സഹോദരിയായിട്ടുള്ള റൂബിയെ ഇരുത്തിയിരിക്കുന്നത്. എന്തായാലും ഇവർ ലിഫ്റ്റ് വഴി 3ാമത്തെ നിലയിലേക്ക് പോയി. എന്നിട്ട് അവിടുന്ന് നേരെ മിസ്റ്റർ കോങ്ങിന്റെ റൂമിലേക്ക് ചെല്ലുകയാണ്. കാരണം അവിടുത്തെ ഒരു റൂമിലെ ബാത്റൂമിലാണല്ലോ കോങ് ആ ഒരു ഈദനെ പൂട്ടി വെച്ചിരിക്കുന്നത്. എന്തായാലും ആ സ്ഥലം ഇവർ കണ്ടുപിടിച്ച് അവിടെ വെച്ച് ഈദനെയും കണ്ടുപിടിക്കുകയാണ്. വേഗം തന്നെ പോലീസുകാരനായിട്ടുള്ള ഡാനി ചെന്നിട്ട് അവന്റെ കയ്യിൽ വിലങ്ങണയിക്കുന്നുണ്ട്. ഇനി എങ്ങനെയെങ്കിലും ഇവിടുന്ന് പുറത്തേക്ക് രക്ഷപ്പെട്ടു പോകണം, നമുക്ക് ബേസ്മെന്റിലൂടെ രക്ഷപ്പെട്ടാലോ എന്ന് ആ ഒരു കോട്ടിട്ട ആള് ചോദിച്ചപ്പോ അതൊരിക്കലും പോസിബിൾ അല്ല, അവിടെ നിറച്ച സോംബികളാന്ന് പറഞ്ഞപ്പോൾ വേറെ ഇനി എന്താണ് വഴി എന്ന് അയാൾ ചോദിക്കുകയാണ്. ഈ സമയത്ത് ഡാനി പറയുന്നത് എങ്ങനെയെങ്കിലും ടോപ്പ് ഫ്ലോറിലേക്ക് പോകണം, അവിടെ എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ആർക്കെങ്കിലും വന്ന് നമ്മളെ രക്ഷപ്പെടുത്താൻ പറ്റിയാലോ. പക്ഷേ ഏറ്റവും മുകളിലെ നിലയിലേക്ക് നമ്മൾ എങ്ങനെ പോകും? പ്രധാന ലിഫ്റ്റ് എന്തായാലും ഉപയോഗിക്കാൻ കഴിയില്ല, അതുപോലെ തന്നെ സ്റ്റെപ്പുകളും ഉപയോഗിക്കാൻ കഴിയില്ല. ഈ സമയത്താണ് ഈ ഒരു ബിൽഡിങ്ങിന്റെ സെക്യൂരിറ്റി ജീവനക്കാരനായിട്ടുള്ള ലിയോ അങ്ങോട്ടേക്ക് വരുന്നത്. ലിയോ പറയാണ് നിങ്ങൾ ആരും പേടിക്കേണ്ട, അതിനൊരു വഴിയുണ്ട്. കാരണം അത്യാവശ്യം സാധനങ്ങളൊക്കെ മുകളിലേക്ക് കൊണ്ടുപോകാനായിട്ട് അധികം ഉപയോഗിക്കാത്ത ഒരു ലിഫ്റ്റ് ഉണ്ട്, നമുക്ക് അതുവഴി മുകളിലേക്ക് പോകാമെന്ന് പറയാണ്. അങ്ങനെ ഇവരെല്ലാവരും അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് ഈ ഈദൻ ഉണ്ടല്ലോ നമ്മുടെ ഈവയെ നോക്കിയിട്ട് പറയാണ്, ഈ വെള്ളം തുറന്നു വിട്ട് അവയെ വഴി തിരിച്ചു വിടാം എന്നുള്ള ബുദ്ധി നിന്റെ ആണല്ലേ, പക്ഷെ നീ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഈ വെള്ളം ദേഹത്തായതോട് കൂടിയിട്ട് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനുള്ള ശേഷി കൂടുകയാണ് ചെയ്തത്. എന്തായാലും ഇവരിപ്പോൾ ഒരു ലിഫ്റ്റിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. അത് തുറക്കുമ്പോൾ ചെറിയൊരു പേടിയുണ്ട്, ഇനി എങ്ങാനും ഇതിന്റെ ഉള്ളിലും സോംബികൾ ഉണ്ടാവോ എന്ന്. എന്തായാലും അത് തുറന്നപ്പോൾ സുരക്ഷിതമാണ്, അവിടെ ഒന്നുമില്ല. അങ്ങനെ ആ ലിഫ്റ്റ് വഴി അവർ നേരെ 30ാമത്തെ നിലയിലേക്ക് പോകുന്നുണ്ട്. മാത്രമല്ല ആ സമയത്ത് തന്നെ പോലീസുകാരനായിട്ടുള്ള ഡാനി പുറത്തേക്ക് മെസ്സേജ് കൊടുക്കുന്നുണ്ട്, നിങ്ങൾ ഈ പറഞ്ഞ ഈദനുമായിട്ട് ഞങ്ങൾ 30ാമത്തെ നിലയിലേക്ക് വരുന്നുണ്ട്, ഞങ്ങളെ രക്ഷിക്കാനായിട്ട് അങ്ങോട്ടേക്ക് വരണമെന്ന്. എന്നാൽ ഇതേ സമയത്ത് തന്നെ ഈദൻ ആ ഒരു പെർഫ്യൂം കൊണ്ടുവന്ന അപ്പാപ്പനുണ്ടല്ലോ, അപ്പാപ്പനെ നോക്കിയിട്ട് പറയാണ്, എന്തായാലും നിങ്ങളുടെ ആ ഒരു സ്കില്ലുണ്ടല്ലോ അത് ഞാൻ സമ്മതിച്ചു തന്നു. സോംബികളുടെ ഇടയിലൂടെ നിങ്ങൾ ഓടിയ ആ ഒരു ഓട്ടം ആ അടിപൊളിയായിരുന്നു കേട്ടോ. എന്നാൽ ഈ കാര്യം ഈദൻ സംസാരിക്കുമ്പോൾ ഈവയുടെ ഉള്ളിൽ വല്ലാത്തൊരു പേടി വരികയാണ്. കാരണം എന്താ, സോംബികൾ കണ്ട കാര്യം, സോംബികൾ മനസ്സിലാക്കിയ കാര്യം അത് എങ്ങനെയാണ് ഈദന് മനസ്സിലാവുന്നത്? ഇതിൽ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് അവൾക്ക് അപ്പം തന്നെ മനസ്സിലായി. അതുപോലെ തന്നെ പെട്ടെന്ന് ഈദൻ ഒരു കാര്യം ചെയ്യാണ്. ഇവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ 9ാമത്തെ ഫ്ലോറിലെത്തിയപ്പോൾ അവൻ പെട്ടെന്ന് തന്നെ ലിഫ്റ്റ് ഓപ്പൺ ആവാനുള്ള സ്വിച്ച് അങ്ങ് ഞെക്കുകയാണ്. ഇവരാരും ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിരുന്നു. ലിഫ്റ്റ് ഓപ്പൺ ആയതോട് കൂടിയിട്ട് ആ ഫ്ലോറിൽ ഉണ്ടായിരുന്ന സോംബികൾ ലിഫ്റ്റിന്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറാൻ തുടങ്ങി. കഥയുടെ ബാക്കി കേൾക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്താൽ ആഹാ അടിപൊളിയായി. അപ്പൊ കഥയിലേക്ക് തിരിച്ചു വരാം. അങ്ങനെ ഇവരാരും ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്താണ് ഈദൻ ആ ലിഫ്റ്റിന്റെ ഡോർ ഓപ്പൺ ആക്കുന്നത്. പെട്ടെന്ന് തന്നെ സോംബികൾ അതിനുള്ളിലേക്ക് ചാടി കയറുന്നുണ്ട്. ആ കൂട്ടത്തിലുണ്ടെന്ന ആ മഞ്ഞ മുടി
ഒടിയനുണ്ടല്ലോ, ലില്ലിയുടെ ബോയ് ഫ്രണ്ട്, അവന് സോംബി അറ്റാക്ക് ചെയ്തതിൽ അവനും ഒരു സോംബിയായി മാറുന്നുണ്ട്. അപ്പൊ തന്നെ വെള്ള നിറത്തിൽ എന്തോ ഛർദ്ദിക്കുകയാണ്. എന്നാൽ ഇവരെ എല്ലാവരും വളരെ ധീരമായിട്ട് തന്നെ മുന്നിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത് ലിയോ ആണ് കേട്ടോ. അവന്റെ കയ്യിൽ ആ ഒരു ഇരുമ്പ് വടി കൊണ്ട് എല്ലാ സോംബികളെയും അടിച്ച് പുറത്തേക്ക് ഇടുന്നുണ്ട്. എന്നാൽ ആ സമയത്ത് ഇവര് നോക്കുമ്പോൾ ഒരു സോംബി പോലും ഈദനെ അറ്റാക്ക് ചെയ്യുന്നില്ല. ഈദൻ അപ്പോഴേക്കും പുറത്ത് കടന്നിട്ടുണ്ട്. മാത്രമല്ല ആ സോംബികളുടെ നടുവിലാണ് അവൻ നിൽക്കുന്നത്. എന്തായാലും ഇവര് വേഗം തന്നെ ലിഫ്റ്റ് ക്ലോസ് ചെയ്യാണ്. ലിഫ്റ്റ് പതിയെ ഇപ്പൊ മുകളിലേക്ക് പോകാൻ തുടങ്ങി. ഈ സമയത്താണ് പോലീസുകാരൻ ഡാനി ഒരു കാര്യം പറയുന്നത്. അല്ല, നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, ആ ഈദനെ ഒരു സോംബി പോലും അറ്റാക്ക് ചെയ്തില്ല. അതിന് കാരണം അവന്റെ ഉള്ളിലെ ആ ഒരു ആന്റി വൈറസ് ആയിരിക്കണം. അവനില്ലാതെ മുകളിലേക്ക് പോയിട്ട് കാര്യമില്ല. റെസ്ക്യൂ ടീം പറഞ്ഞത് അവൻ എങ്ങനെയെങ്കിലും നിങ്ങൾ പിടിച്ച് നിങ്ങളുടെ കൂടെ നിർത്തണം എന്നാണ്. അങ്ങനെ അവസാനം ഇവര് 30ാമത്തെ നിലയിലും എത്തുന്നുണ്ട്. അവിടുന്ന് ലിഫ്റ്റിന്റെ ഡോർ തുറന്നപ്പോൾ അവിടെയുണ്ട് സോംബികൾ. വേഗം തന്നെ ലിഫ്റ്റിന്റെ ഡോർ ഇവര് ക്ലോസ് ചെയ്യുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഇതിനെ കണ്ടുപിടിക്കണം, അല്ലാതെ ഇവർക്ക് ഇവിടുന്ന് പുറത്തേക്ക് കടക്കാൻ കഴിയില്ല. എന്നാൽ എങ്ങനെ കണ്ടുപിടിക്കും? ഇവരിങ്ങനെ ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്ന സമയത്താണ് നമ്മുടെ ലിയോയുടെ പെങ്ങളുണ്ടല്ലോ, റൂബി, നടക്കാൻ പറ്റാത്ത ആ ഒരു പെൺകുട്ടി, ഒരു ഐഡിയ അവരോട് പറയുന്നത്. ഈ ബിൽഡിങ്ങിന്റെ CCTV എല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരു കൺട്രോൾ റൂം ഇവിടെ ഉണ്ട്. അങ്ങോട്ടേക്ക് എന്നെ കൊണ്ടുപോവാണെങ്കിൽ അവൻ എവിടെയാണെന്ന് ഞാൻ എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് കണ്ടുപിടിച്ചു തരാം. അവന്റെ അടുത്തേക്ക് പോകാനുള്ള സേഫ് ആയിട്ടുള്ള വഴിയും പറഞ്ഞുതരാം. അങ്ങനെ നിങ്ങൾക്ക് അവനെ കണ്ടുപിടിക്കാമല്ലോ. എന്തായാലും ഇതൊരു നല്ല ഐഡിയ ആണെന്ന് തോന്നി. ഇപ്പൊ ലിയോ അവന്റെ അനിയത്തിയായിട്ടുള്ള റൂബിയും കൂട്ടിയിട്ട് നേരെ ആ ഒരു കൺട്രോൾ റൂമിലേക്ക് പോവാണ്. ഇതേ സമയം തന്നെ പുറത്ത് എങ്ങനെയാണ് ഈ വൈറസ് ഇൻഫെക്ഷൻ ഉണ്ടായത്, ആരാണ് ഇതിന് കാരണക്കാരൻ, ഇതിനെന്തെങ്കിലുമൊക്കെ ഒരു പരിഹാരം വേണ്ട. സോ അതിനായിട്ട് ഗവൺമെന്റ് ഒരു ടീം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ടീമിൽപ്പെട്ട പ്രധാനിയായിട്ടുള്ള ആളാണ് നമ്മുടെ കെവിൻ ഉണ്ടല്ലോ, കെവിന്റെ ഭാര്യയായിട്ടുള്ള ഹന്ന. ഹന്നയ്ക്ക് ആ ഒരു ഫോൺ എടുത്തപ്പോൾ തന്നെ ഒരു കാര്യം മനസ്സിലായി, കെവിൻ മരിച്ചിട്ടുണ്ട് എന്ന്. എന്നാൽ ഹന്ന തളരാതെ തന്നെ അവളുടെ ടീമിന്റെ കൂടെ ഈ ഈദൻ ഉണ്ടല്ലോ അവന്റെ വീട്ടിലേക്ക് വരാണ്. ഈ ഹന്ന ഒരു സയന്റിസ്റ്റ് ആണ് കേട്ടോ. എന്തായാലും അവർ അങ്ങോട്ടേക്ക് വന്ന സമയത്ത് ഒരു കാര്യം കണ്ട് ഞെട്ടിപ്പോവാണ്. വലിയ ഗ്ലാസിന്റെ ഒരു കൂട്, അതിൽ ഒരുപാട് ചത്ത് കിടക്കുന്ന കുരങ്ങന്മാർ. എന്നാൽ വളരെ സൂക്ഷ്മമായി നോക്കിയപ്പോഴാണ് ഈ കുരങ്ങുകളൊന്നും ചത്തിട്ടില്ല എന്ന് ഹന്നയ്ക്ക് മനസ്സിലായത്. ഇതെല്ലാം ഒരു നിർജീവാവസ്ഥയിൽ അങ്ങനെ ഇരിക്കുകയാണ്. അതുമാത്രമല്ല അതിന്റെ തൊട്ടപ്പുറത്തൊരു ഗ്ലാസ് ആണെങ്കിൽ അത് പൊട്ടിക്കെടുക്കുകയാണ്. അതിനർത്ഥം പുറത്തേക്ക് ഒരു കുരങ്ങൻ ചാടിയിട്ടുണ്ട് എന്നല്ലേ. എന്തായാലും ഹന്നയുടെ കൂടെ വേറെയും കുറച്ച് കമാൻഡോസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് അതിൽ ഒരാളുടെ ദേഹത്തേക്ക് ഒരു കുരങ്ങൻ ചാടി വീഴുന്നുണ്ട്. പെട്ടെന്ന് ആയതുകൊണ്ട് തന്നെ അവരെല്ലാവരും ഒന്ന് ഞെട്ടുകയാണ് കേട്ടോ. മാത്രമല്ല പിന്നീട് അവിടെ ഉണ്ടായിരുന്ന പ്രശ്നത്തിൽ ബാക്കിയുള്ള കൂടുകളും പൊട്ടുകയാണ്. അതിൽ നിന്ന് വീണ്ടും കുരങ്ങുകൾ പുറത്തേക്ക് ചാടുന്നുണ്ട്. സോംബികളായ മനുഷ്യരുണ്ടല്ലോ, അവരെ പോലെ തന്നെയാണ് ഈ കുരങ്ങുകളും. വളരെയധികം അഗ്രസീവായിട്ട് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുകയാണ്. എന്നാൽ എങ്ങനെയൊക്കെയോ ആ ഒരു കുരങ്ങുകളെ കൊല്ലുന്നതിനിടയിൽ ഒരു കുരങ്ങനെ കൊന്ന സമയത്ത് പെട്ടെന്ന് ബാക്കിയുള്ള എല്ലാ കുരങ്ങുകളും ഒറ്റയടിക്ക് അവിടെ സ്റ്റെക്കായി പോവാണ്, ചലിക്കുന്നില്ല. ഇനി ചത്തതാണോ അല്ലെങ്കിൽ നേരത്തെ കണ്ടതുപോലെ ഒരു നിർജീവാവസ്ഥയിലേക്ക് പോയതാണോ എന്നൊന്നും അറിയില്ല. എന്തായാലും ആ ഒരു കുരങ്ങനെ കൊന്നതുകൊണ്ടാണ് ഇതെല്ലാം അനങ്ങാതെ ഏകദേശം ചത്തതുപോലെ ഇങ്ങനെ നിൽക്കുന്നതെന്ന് ഹന്നയ്ക്ക് മനസ്സിലായി. അതോടുകൂടിയിട്ട് ആ ട്രിക്ക് ഹന്നയ്ക്ക് കിട്ടി. ഈ ഒരു കുരങ്ങന്മാരുണ്ടല്ലോ, ഇതിൽ ആദ്യം ഇൻഫെക്റ്റ് ആയ കുരങ്ങനാണത്. മാത്രമല്ല അതാണ് ആ കൂട്ടത്തിലെ ആൽഫ എന്ന് പറയുന്നത്. സോ മനുഷ്യർ അവിടെ ഇൻഫെക്റ്റ് ആയി കിടക്കുന്നുണ്ടല്ലോ, ആ ബിൽഡിങ്ങിന്റെ ഉള്ളിൽ വെച്ച് ആർക്കാണോ ആദ്യം ഇൻഫെക്ഷൻ വന്നത്, സോ അവനായിരിക്കും ആൽഫ. അവനെ കൊന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ സോംബികളും ഓട്ടോമാറ്റിക്കായിട്ട് നശിച്ചു പോയിക്കോളും എന്ന് ഹന്നയ്ക്ക് മനസ്സിലായി. ഇതേ സമയം തന്നെ ബിൽഡിങ്ങിന്റെ ഉള്ളിൽ പെട്ടുകിടക്കുന്നവരുണ്ടല്ലോ, ഇവര്, അതായത് നമ്മുടെ ലിയോ അവന്റെ അനിയത്തിയുമായിട്ട് കൂടെ ബാക്കിയുള്ള ആൾക്കാരുണ്ട് കേട്ടോ. അപ്പൊ ഇവര് നേരെ പോകുന്നത് ആ കൺട്രോൾ റൂമിലേക്കാണല്ലോ. പോകുന്ന സമയത്ത് സോംബികൾ കുറെ ഉണ്ടായിരുന്നു. അതായത് ഇവരുടെ ദേഹമൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിക്കെടുക്കുകയാണ്. എന്തായാലും അവരുടെ കണ്ണിലൊന്നും പെടാതെ കൺട്രോൾ റൂമിലേക്ക് ഇവരെത്തുന്നുണ്ട്. പിന്നീട് അവിടെയുള്ള എല്ലാ വിൻഡോസും ക്ലോസ് ചെയ്യാണ്, അതായത് ഉള്ളിലേക്ക് കാഴ്ച വരാത്ത രീതിയിൽ. അതേസമയം തന്നെ റൂബി ഫുൾ ആയിട്ടുള്ള വിഷ്വൽസ് പരിശോധിക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ ഈവ ഒരു കാര്യം ഇങ്ങനെ ആലോചിക്കുകയാണ്. അതായത് വെള്ളം തുറന്നു വിട്ട് ഈ സോംബികളെ അവൾ തടുക്കാൻ നോക്കിയില്ല. ഈ കാര്യം ഇതിനോട് ആരും പറഞ്ഞില്ല. അതുപോലെ തന്നെ ആ അപ്പാപ്പൻ പെർഫ്യൂം എടുക്കാൻ പോയില്ലേ, അതും അവനോട് ആരും പറഞ്ഞില്ല. മാത്രമല്ല സോംബികൾക്കിടയിലേക്ക് അവൻ പോയ സമയത്ത് അവൻ ആ സോംബികൾ അറ്റാക്ക് ചെയ്തിട്ടുമില്ല. എന്തായിരിക്കും അതിന് കാരണം? ഇതേ നേരം തന്നെ വിഷ്വൽസ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന റൂബി പറയാണ് ഈദൻ എവിടെയാണെന്ന് മനസ്സിലായെന്ന്. എല്ലാവരും വേഗം തന്നെ ആ വിഷ്വലിലേക്ക് നോക്കുമ്പോൾ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം അവർ കാണുകയാണ്. അതിപ്പോ നമ്മളെയും കാണിക്കുന്നുണ്ട്. ആദ്യം ഇൻഫെക്റ്റ് ആയ മിസ്റ്റർ കോങ് ഉണ്ടല്ലോ, കോങ്ങിന്റെ അടുത്തേക്ക് ഈദൻ ചെന്നിട്ട് പറയാണ്, പുതിയൊരു തരം മനുഷ്യരെ തന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ എങ്ങനെ എന്റെ കൂടെ നീ ഉണ്ടാകില്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കോങ്ങിന്റെ നേരെ ഈദൻ അവന്റെ കൈ കാണിച്ചു കൊടുക്കുകയാണ്. കോങ് അപ്പൊ തന്നെ ഈദന്റെ കയ്യിലേക്ക് കടിക്കുന്നുണ്ട്. കടിച്ചതോട് കൂടിയിട്ട് ഈ മിസ്റ്റർ കോങ് ഉണ്ടല്ലോ, ഇവൻ താഴേക്ക് വീണ് കിടന്ന് പെടയാൻ തുടങ്ങുകയാണ്. പിന്നീട് എഴുന്നേറ്റ് ഒരു നിൽപ്പുണ്ട്. ഈ നൃത്തം തന്നെ ബാക്കിയുള്ള സോംബികളും അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്. അതായത് ഇവർക്കിടയിൽ പുതിയ എന്തോ ഒരു മാറ്റം വന്നിരിക്കുകയാണ്. ഈദൻ കാര്യമായിട്ട് എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് ഇവർക്ക് മനസ്സിലായി. എത്രയും പെട്ടെന്ന് തന്നെ അവനെ പിടിക്കണം. അവനിപ്പോ 3ാമത്തെ ഫ്ലോറിലാണുള്ളത്. റൂബി ഇപ്പൊ പറയാണ്, നിങ്ങൾ എല്ലാവരും അങ്ങോട്ടേക്ക് പോ, സേഫ് ആയിട്ടുള്ള വഴി ഞാൻ നിങ്ങൾക്ക് CCTV നോക്കി പറഞ്ഞു തരാമെന്ന് പറയണം. അപ്പോൾ ലിയോ പറയാണ്, എന്നാ പിന്നെ റൂബിയുടെ കൂടെ ഞാൻ നിൽക്കുക. അപ്പൊ റൂബി പറഞ്ഞു, വേണ്ട തൽക്കാലം ഞാൻ തന്നെ ഒറ്റയ്ക്ക് ഇവിടെ നിന്നോളം, നിങ്ങൾ എല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് പോയിട്ട് അവനെ പിടിച്ചുകൊണ്ട് പോകാന്ന് പറയാം. റൂബിയെ ഒറ്റക്കാക്കുന്നതിൽ വലിയ താല്പര്യം ഇല്ലായിരുന്നെങ്കിലും ലിയോ ഇപ്പൊ അവരുടെ കൂടെ പതിയെ ഈ സോംബികൾക്കിടയിലൂടെ 3ാമത്തെ ഫ്ലോറിലേക്ക് പോവാണ്. അങ്ങനെ അവസാനം ഈദനെ ഇവർ കണ്ടുപിടിക്കുന്നുണ്ട്. എല്ലാവരും കൂടെ അവനെ പിടിച്ച് കെട്ടുന്നുണ്ട് കേട്ടോ. എന്നാൽ അവനെ കൊണ്ടുപോകുന്ന സമയത്ത് ഒരു പ്രത്യേകതരം ശബ്ദം ഉണ്ടാക്കി ഈദൻ എല്ലാ സോംബികളെയും ഇങ്ങോട്ടേക്ക് വിളിക്കുകയാണ്. എല്ലാവരും ചേർന്ന് അവന്റെ വായ പൊത്തുന്നുണ്ട്. എന്നാൽ അതേ സമയത്ത് അവന്റെ കണ്ണുകൾ കൊണ്ട് ചലിപ്പിച്ച് സോംബികൾക്ക് ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ട്. ഇത് മനസ്സിലായ ഈവ അവന്റെ കണ്ണുകൂടെ കെട്ടാൻ പറയാണ്. ഒരു കാരണവശാലും ഇവന്റെ വായിന്നൊരു ശബ്ദവും പോകാൻ പാടില്ല, ഇവനൊന്നും
കാണാനും പാടില്ല, നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ രക്ഷപ്പെട്ടു പോകണമെന്ന് പറയാണ്. ഈ സമയത്ത് ലിയോ പറയാണ്, അല്ല രക്ഷപ്പെട്ടു പോയാലെങ്ങനെയാ, എന്റെ അനിയത്തി റൂബി കൺട്രോൾ റൂമിലല്ലേ, അവളെയും കൂടെ രക്ഷപ്പെടുത്തണ്ടേന്ന് പറയാണ്. ഇത് ലിയോ ചെയ്തത് വലിയൊരു അബദ്ധമായി പോയി കേട്ടോ. കാരണം ഇവർ ഈ പറഞ്ഞ കാര്യം തൊട്ടടുത്തുണ്ടായിരുന്ന ഈദൻ കേൾക്കുന്നുണ്ടല്ലോ. സോ ഈദൻ അവന്റെ മൈൻഡിലൂടെ സോംബികൾക്ക് ഈ കാര്യം പറഞ്ഞു കൊടുക്കുകയാണ്, കൺട്രോൾ റൂമിൽ ഒരാളുണ്ട്, അവളെ പോയി പിടിക്കുന്നത്. അതോടുകൂടിയിട്ട് എല്ലാ സോംബികളും നേരെ കൺട്രോൾ റൂമിലേക്ക് പോവാണ്. പാവം നമ്മുടെ റൂബി അവിടെ ഒറ്റയ്ക്കാണല്ലോ. എന്നാൽ ഈദിന് ഒപ്പിച്ച് വെച്ച ഈ ഒരു പരിപാടി നമ്മുടെ ലിയോയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ തന്നെ ഒരു വടിയെടുത്ത് ഒരൊറ്റ അടി കൊടുത്തിട്ട് പറയണേ, എന്റെ പെങ്ങൾക്ക് എന്തെങ്കിലും ആയാണ്ടല്ലോ നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറയണം. എന്നാൽ അപ്പൊ തന്നെ ലിയോയെ പോലീസുകാരനായിട്ടുള്ള ഡാനി തള്ളി മാറ്റിയിട്ട് അവന് നേരെ ഗണ്ണ് ചൂണ്ടിയിട്ട് പറയാണ്, ഇവനൊന്നും ചെയ്യാൻ പാടില്ല, ഇവൻ എനിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്, എങ്ങനെയെങ്കിലും ഇവനെ പുറത്തെത്തിച്ചാൽ മാത്രമേ ഇവന്റെ ഉള്ളിൽ നിന്നും ആ ഒരു വാക്സിൻ ഉണ്ടാക്കാൻ കഴിയുള്ളൂ. അതുപോലെ നിന്റെ പെങ്ങളെ രക്ഷപ്പെടുത്താൻ ഇപ്പൊ ഞങ്ങൾക്ക് ആർക്കും നേരില്ല, വേണമെങ്കിൽ നീ തന്നെ പോയി രക്ഷപ്പെടുത്തിക്കോ എന്ന് പറയണം. ഇപ്പൊ ആ ഒരു ഇരുമ്പ് വടിയുമായിട്ട് നിങ്ങൾക്കെല്ലാം ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് ഒറ്റയ്ക്ക് തന്നെ ലിയോ റൂബിയുടെ അടുത്തേക്ക് പോവാണ്. എന്നാൽ ഇതേ സമയം തന്നെ ഡാനിയുടെ കയ്യിൽ നിന്നും തോക്ക് തട്ടിപ്പറിച്ച് ലിയോയുടെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് ഈവ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ അപ്പോഴേക്കും ആ കൂട്ടിട്ട ആള് അവളെ പിന്നിൽ നിന്ന് പിടിച്ച് ആ ഗണ്ണ് തട്ടിത്തെറിപ്പിക്കുകയാണ്. ഈ സമയത്ത് ഡാനി പറയുന്നുണ്ട്, അവന്റെ കൂടെ പോണെങ്കിൽ നിനക്ക് വേണമെങ്കിൽ പോവാം, പക്ഷേ ഇതിനെ ഒരു രീതിയിലും അറ്റാക്ക് ചെയ്യാനോ മാത്രമല്ല ഇവിടെ വെയിറ്റ് ചെയ്യാനോ ഞങ്ങൾ തയ്യാറല്ല എന്ന് പറയാണ്. മറ്റൊരു വഴിയില്ലാത്തതുകൊണ്ട് ഈവ ഇപ്പൊ തൽക്കാലം അവരുടെ കൂടെ പോവാണ്. ഇതേ സമയത്തിന് ലിയോയ്ക്ക് കറക്റ്റായിട്ട് റൂബിയുടെ അടുത്തേക്ക് വരാനുള്ള വഴി റൂബി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവസാനം ഒരു ലിഫ്റ്റിന്റെ അടുത്തേക്ക് ലിയോ എത്തുകയാണ്. ഇപ്പൊ ലിയോ ചോദിക്കുകയാണ്, റൂബി നീ പറഞ്ഞ സ്ഥലത്തേക്ക് ഞാൻ എത്തി, പക്ഷെ നിന്നെ കാണുന്നില്ലല്ലോ. ഈ സമയത്താണ് റൂബി ആ ഒരു കാര്യം പറയുന്നത്, ചേട്ടാ ഒരിക്കലും ചേട്ടൻ എന്നെ രക്ഷപ്പെടുത്താൻ പറ്റില്ല, ആ ലിഫ്റ്റ് വഴി ചേട്ടൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് പൊയ്ക്കോ എന്ന് പറയാണ്. എന്നാൽ റൂബിയോട് കാല് പിടിച്ച് പറയുന്ന പോലെ ലിയോ പറയുന്നുണ്ട്, പ്ലീസ് നീ ഒറ്റയ്ക്ക് അവിടെ കിടന്ന് നരകിക്കണ്ട, ഞാനും കൂടെ വരാം, നമുക്ക് ഒരുമിച്ച് രക്ഷപ്പെടാന്ന്. എന്നാൽ ഒരിക്കലും അത് പറ്റില്ല എന്ന് മനസ്സിലായ റൂബി പറയാണ്, ചേട്ടാ അത് നടക്കില്ല, ചേട്ടൻ പൊയ്ക്കോ എന്ന് പറയാണ്. അപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന ഗ്ലാസുകൾ മുഴുവൻ തകർത്ത സോംബികൾ അങ്ങോട്ടേക്ക് വന്ന് പാവം നമ്മുടെ റൂബിയെ മൃഗീയമായിട്ട് കടിച്ച് കൊന്നുകളയാണ്. ആ ശബ്ദം ഫോണിലൂടെ ലിയോ കേൾക്കുന്നുണ്ട് കേട്ടോ. സങ്കടം കൊണ്ട് അവൻ നിലവിളിച്ച് കരയാണ്. മാത്രമല്ല എല്ലാവരുടെ ഫോണിലേക്കും ദേഷ്യത്തിലും വാശിയിലും അവനൊരു മെസ്സേജ് അയക്കുന്നുണ്ട്, ഒരുത്തനെ പോലും ഞാൻ വെറുതെ വിടില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഇങ്ങനെയൊരു ത്യാഗം ചെയ്ത എന്റെ അനിയത്തിയുടെ കൂടെ നിൽക്കാൻ ആർക്കും പറ്റില്ല അല്ലേ, ഒരുത്തനെയും ഞാൻ വെറുതെ വിടില്ല എന്ന് പറയണം. മെസ്സേജ് കണ്ട പോലീസുകാരൻ ഡാനി ഒന്ന് പേടിക്കുകയാണ്. അതായത് ഓൾറെഡി സോംബികളുണ്ട്, ഇനി അതിന്റെ മേലെ ഇവനെയും കൂടെ പേടിക്കണമല്ലോ. ഇതേ നേരം തന്നെ ഗവൺമെന്റിന്റെ ഒരു ടീം നേരെ ഹന്നയുടെ ആ ഒരു സയന്റിസ്റ്റ് ടീം ഉണ്ടല്ലോ അവരെ കാണാൻ വന്നിട്ടുണ്ട്. ആ ടീം ലീഡറോട് ഇവരിനി എന്താ ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ എന്തെങ്കിലും കണ്ടുപിടിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഹന്നയുടെ ടീം ലീഡർ പറയുന്നത്, സാറേ കുറച്ച് സമയം വേണം, എന്നാൽ മാത്രമേ ഇതിനൊരു പരിഹാരം ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. എന്നാൽ ഇടയിൽ കയറി സംസാരിച്ച ഹന്ന പറയാണ്, ഞങ്ങൾക്ക് ആ ഈദന്റെ വീട്ടിൽ വെച്ച് ഒരു അനുഭവം ഉണ്ടായി. ആ കൂട്ടത്തിലെ ഒരു കുരങ്ങനെ കൊന്നപ്പോൾ ബാക്കിയുള്ള എല്ലാ കുരങ്ങളും ചത്തു. അതായത് ആ കൂട്ടത്തിൽ ആൽഫയാണ് അവൻ, ആദ്യം ഇൻഫെക്റ്റ് ആയവന്. കൊന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ സോംബികളെയും നമുക്ക് നശിപ്പിച്ച് കളയാം. അതുപോലെ തന്നെ ആ ബിൽഡിങ്ങിലും ആദ്യം ഇൻഫെക്റ്റ് ആയ ഒരാൾ ഉണ്ടാവുമല്ലോ, അപ്പൊ അവനെ കണ്ടുപിടിച്ച് കൊന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ സോംബികളും തനിയെ ചത്തുപോയിക്കോളാം. അപ്പൊ ഇതൊരു നല്ല ഐഡിയ ആണ്. ഇത് ഇഷ്ടപ്പെട്ട ഗവൺമെന്റ് ടീം ഉണ്ടല്ലോ അവര് ഇത് നടപ്പിലാക്കാൻ തന്നെ തീരുമാനിക്കുകയാണ്. എന്നാൽ അവർ പോയി കഴിഞ്ഞപ്പോൾ ടീം ലീഡർ ഹന്നയോട് ചോദിക്കുന്നുണ്ട്, ഹന്ന നീ പറഞ്ഞ കാര്യം ഉള്ളത് തന്നെയല്ലേ? ഹന്ന പറയണ ഉറപ്പൊന്നുമില്ല, നമുക്കൊരു കൈ നോക്കാം. ഇതേ സമയം ദേഷ്യവും വാശിയും കയറിയ ഇലിയോ ഉണ്ടല്ലോ കയ്യിൽ നന്നായിട്ട് തന്നെ കാർബോർഡും സെലോ ടൈപ്പും ഇതെല്ലാം ചുറ്റി ഒരു കത്തിയെടുത്ത് കണ്ണിൽ കാണുന്ന സോംബികളെല്ലാം വെട്ടി നുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇവറ്റകൾ കാരണമാണല്ലോ റൂബി മരിച്ചത്. ആ ഒരു ദേഷ്യവും വാശിയും അവന്റെ ഉള്ളിലുണ്ട്. മാത്രമല്ല ബാക്കിയുള്ളവരെ ഇപ്പം മുന്നിൽ കിട്ടിയാൽ അവൻ എന്തായാലും വെട്ടി നുറുക്കി കളയും. ഇതിനുശേഷം ഇതിനുമായിട്ട് മുകളിലേക്ക് പോകുന്ന പോലീസുകാരൻ ഡാനിയും അതുപോലെ തന്നെ ഇവയും ബാക്കിയുള്ളവരെയും കാണിക്കുകയാണ്. പെട്ടെന്നാണ് ഇവർ നിൽക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് സോംബി വരുന്നത്. അപ്പൊ അവരുടെ ശ്രദ്ധ തിരിക്കാനായിട്ട് ഡാനി ഒരു കാര്യം ചെയ്യാണ്. അതായത് ഈ സോംബികളെ കണ്ട് ആ കോട്ടിട്ടവനുണ്ടല്ലോ അവൻ പേടിച്ചോടിയപ്പോൾ അവന്റെ കാലിന് ഷൂട്ട് ചെയ്ത് വീഴുകയാണ്. കാരണം ഇനിയിപ്പോൾ അവന്റെ നേർക്ക് സോംബികളൊക്കെ പോവുമല്ലോ, ആ സമയത്ത് രക്ഷപ്പെടാലോ എന്ന പ്ലാനിലാണ് ഡാനി അങ്ങനെ ചെയ്തത്. ഇത് കണ്ട് പേടിച്ച് ഈവ ബാക്കിയുള്ളവരെ രക്ഷപ്പെടുത്താനായിട്ട് മറ്റൊരു ഭാഗത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ ഡാനി ആണെങ്കിൽ ഒറ്റയ്ക്ക് രക്ഷപ്പെടാനാണ് നോക്കുന്നത്. അവന്റെ കയ്യിൽ ഇപ്പൊ ഈദനുണ്ട്. ഇതിന്റെ വായ പൊത്തിപ്പിടിച്ച് ഒരു രീതിയിലും ശബ്ദം വരാത്ത രീതിയിലാണ് ഈദന് ഈ ഡാനി കൊണ്ടുപോകുന്നത്. എന്നാൽ ഡാനി വിചാരിച്ചതുപോലെ അവിടെ വീണ് കിടക്കുന്ന ആ കോട്ടിട്ട ആളുണ്ടല്ലോ അയാളുടെ അടുത്തേക്ക് വന്ന് സോംബികൾ ഒരെണ്ണം പോലും അയാൾ അറ്റാക്ക് ചെയ്യുന്നില്ല. കാരണം അറ്റാക്ക് ചെയ്യരുത് എന്ന് ഈദൻ അവർക്കൊരു മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാ മെസ്സേജ് കൊടുക്കുന്നത്? കണ്ണിലൂടെയോ വായിലൂടെയോ ഒന്നുമല്ല, മൈൻഡ് വഴി. എന്തായാലും ആ സോംബികൾ ഇപ്പൊ നേരെ വരുന്നത് ഈദനെ പിടിച്ചു നിൽക്കുന്ന ഡാനിയുടെ അടുത്തേക്കാണ്. ഒരു രക്ഷയില്ലെന്ന് മനസ്സിലാക്കിയ ഡാനി ഓടി രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട്. എന്നാൽ ആ സമയത്ത് ഈ കോട്ടിട്ട ആളുണ്ടല്ലോ ഇയാൾ വേഗം തന്നെ ഡാനിയുടെ കാല് കയറി പിടിക്കാണ്. എടാ മച്ചാനെ എന്നെയും കൂടെ രക്ഷപ്പെടുത്തി കൊണ്ടുപോടാന്ന് പറയാണ്. എന്നാൽ ദേഷ്യം വന്ന ഡാനി ആണെങ്കിൽ കാലിന് വിടറാന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ഇരുമ്പിന്റെ വടിയെടുത്ത് അവന്റെ തല തല്ലി പൊളിക്കുകയാണ്. കോട്ടിട്ട ആള് സ്പോട്ടിൽ മരിച്ചു. പിന്നീട് ഈ പോലീസുകാരൻ ഡാനി നോക്കുമ്പോൾ അവന്റെ ചുറ്റും സോംബികളാണ്. ആഹാ മൂഞ്ചിന്ന് സ്പോട്ടിൽ അവന് മനസ്സിലായി. എന്നാ പിന്നെ കടിച്ചോന്ന് എന്നിട്ട് അവൻ മലന്ന് കിടന്ന് കൊടുക്കുകയാണ്. പിന്നത്തെ കാര്യം പറയണോ, വട്ടത്തിലിരുന്ന് കടിക്കാൻ തുടങ്ങുകയാണ് അവൻ ഈ സോംബികൾ. ഇനിയിപ്പോ ബാക്കിയുള്ളത് നമ്മുടെ ഈവയും ഈവയുടെ കൂടെ ലില്ലിയും അതുപോലെ തന്നെ സോഫിയാണ്. ഈ ലില്ലി ഉണ്ടല്ലോ ഈ പേടി കാരണം ദേഹം മുഴുവനും എന്തെല്ലോ വെച്ച് കെട്ടിയൊക്കെയാണ്. ആ കെട്ടുകൊണ്ട് തന്നെ അവൾക്ക് മര്യാദക്ക് നടക്കാൻ പോലും കഴിയുന്നില്ല. പക്ഷേ ലില്ലിയുടെ കൂടെയുള്ള സോഫി ഉണ്ടല്ലോ അവൾക്ക് അത്യാവശ്യം ധൈര്യമൊക്കെ ഉണ്ട് കേട്ടോ. മാത്രമല്ല ഇവരെ കൂടെയാണ് ഇപ്പൊ ഈദനും ഉള്ളത്. ഈവി ഇപ്പോ ഒരു കാര്യം ലില്ലിയോടും സോഫിയോടും പറയുന്നുണ്ട്. അതായത് എത്രയും പെട്ടെന്ന് തന്നെ പോലീസുകാരൻ ഡാനി ഉണ്ടല്ലോ അയാൾ
അയാളുടെ കയ്യിൽ ആ ഒരു ഫോൺ നമ്മൾ കണ്ടുപിടിക്കണം. അതുവഴി മാത്രമേ നമുക്ക് റെസ്ക്യൂ ടീമിനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ഫോൺ എടുക്കാനുള്ള വഴി ഇപ്പോൾ ഈവ നോക്കുകയാണ്. ഇതേ സമയം തന്നെ പുറത്തുണ്ടായിരുന്ന ആൾക്കാർ ഈ ബിൽഡിംഗിലെ CCTV വിഷ്വൽസ് ഇതെല്ലാം ആക്സസ് ചെയ്ത് പൂർണ്ണമായിട്ടും അത് പരിശോധിച്ച് നോക്കുമ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി. ആദ്യം ഇൻഫെക്റ്റ് ആയ ആള് മിസ്റ്റർ കോങ് ആണ്. അപ്പോൾ ആ ഒരു ബിൽഡിംഗിലുള്ള എല്ലാ സോംബികളുടെയും ആൽഫ എന്ന് പറയുന്നത് മിസ്റ്റർ കോങ് ആണ്. അപ്പോൾ കോങ്ങിനെ കൊന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ സോംബികളും ചത്തുപോകും. ഇപ്പൊ ആ ഒരു ബിൽഡിംഗിൽ മിസ്റ്റർ കോങ് എവിടെയാണെന്നും ഇവർ കണ്ടുപിടിക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ ഈദന്റെ അടുത്ത് ഇരിക്കുന്ന ലില്ലിയും അതുപോലെ തന്നെ സോഫിയും കാണിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ലില്ലി നല്ല പേടിച്ചായിരിക്കുന്നത്. സോഫി ആണെങ്കിൽ വലിയ പേടിയൊന്നും ഇല്ലാതെ കൂളായിട്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പൊ ലില്ലി ചോദിക്കുന്നുണ്ട്, അല്ല നിനക്ക് എങ്ങനെയാ ഇങ്ങനെ ഒരു സിറ്റുവേഷനിലും ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നത് സോഫി? അപ്പൊ സോഫി വളരെ പുച്ഛത്തിൽ പറയാണ്, കോളേജിൽ വെച്ച് നിങ്ങളൊക്കെ എനിക്ക് തരുന്ന ടോർച്ചറിങ് ഉണ്ടല്ലോ അതിനേക്കാൾ എത്രയോ ബെറ്റർ ആണ് ഇതൊക്കെ. അതായത് ലില്ലി സീനിയറും അതുപോലെ തന്നെ സോഫി ജൂനിയറും ആണ്. ഇവരൊക്കെ കൂടി അവിടെ വെച്ചിട്ട് സോഫിയെ നന്നായിട്ട് റാഗ് ചെയ്തിട്ടുണ്ട്. ഈ ബിൽഡിംഗിലേക്ക് രണ്ടുപേരും കടന്നു വരുന്ന സമയത്ത് നിങ്ങൾ അവരുടെ മുഖം ശ്രദ്ധിച്ചായിരുന്നു. ലില്ലി ഭയങ്കര ഹാപ്പി, സോഫി ആണെങ്കിൽ ഒരു താല്പര്യമില്ലാതെ വന്നിരുന്നത്. എന്തായാലും ലില്ലി ഇപ്പോൾ സോഫിയോട് ക്ഷമ ചോദിക്കുകയാണ്, ഞാനൊരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാൽ ഇവർ ഈ സംസാരിക്കുന്ന കാര്യമെല്ലാം അവിടെ ഉണ്ടായിരുന്ന ഈദ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ പോലീസുകാരൻ ഡാനിയുടെ ആ ഒരു ഫോൺ ഇപ്പോൾ നമ്മുടെ ഈവയ്ക്ക് കിട്ടുന്നുണ്ട്. അവൾ ആ ഒരു ഫോൺ ഉപയോഗിച്ച് വേഗം തന്നെ പുറത്തുണ്ടായവരെ കോൺടാക്ട് ചെയ്യാണ്. അതുപോലെ തന്നെ ഈവ പറയാണ്, നിങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്ന ആ ഈദൻ എന്റെ കൂടെയുണ്ട്, സോ ഞങ്ങളെ രക്ഷപ്പെടുത്താനായിട്ട് ഇങ്ങോട്ടേക്ക് വരണമെന്ന് പറയണം. ഇതേ സമയത്തിന് അവര് പറയാണ്, ഈവ നീ ആരാണെന്ന് ഞങ്ങൾക്കറിയില്ല, പക്ഷേ നിനക്കിപ്പോ 2 മിഷനാണുള്ളത്. ഒന്നാമത്തെ മിഷൻ എത്രയും പെട്ടെന്ന് സേഫ് ആയിട്ട് ഈദനെ ഞങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ രണ്ടാമത്തെ മിഷൻ ഈ ബിൽഡിംഗിന്റെ 32ാമത്തെ നിലയിലെ ഒരു സ്റ്റോറേജ് റൂമിൽ ആദ്യം ഇൻഫെക്റ്റ് ആയ മിസ്റ്റർ കോങ് ഉണ്ട്, അയാളെ കണ്ടുപിടിച്ച് കൊന്നുകളയണം. എന്നാൽ മാത്രമേ സോംബികൾ പൂർണ്ണമായിട്ടും ഇല്ലാതാവുള്ളൂ. എന്തായാലും ഒരു റെസ്ക്യൂ ടീം അധികം വൈകാതെ അങ്ങോട്ടേക്ക് വരുമെന്നും പറയുന്നുണ്ട്. എന്തായാലും ഇവർ ഈ സംസാരിക്കുന്ന കാര്യം അവിടെ താഴെ സോംബിയായി കിടക്കുന്ന ആര് കേൾക്കുന്നുണ്ട്? ഡാനി കേൾക്കുകയാണ്. ഡാനി കേട്ടാൽ ആ കാര്യം ആര് കേൾക്കും? ഈദൻ കേൾക്കും. സോ ഈദൻ വേഗം തന്നെ സോംബികൾക്ക് മെസ്സേജ് കൊടുക്കുന്നുണ്ട്, നേരെ വിട്ടോ 32ാമത്തെ നിലയിലെ സ്റ്റോറേജ് റൂമിക്ക്. അതുപോലെ തന്നെ ഈവയും നേരെ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഇതേ സമയത്ത് തന്നെ ഈവയെ കണ്ട ലിയോ അവളുടെ പിന്നാലെ പോകുന്നുണ്ട്. മാത്രമല്ല ഇപ്പൊ താഴെ ഈദന്റെ കൂടെയുള്ളത് ആരാണ്? ലില്ലിയും അതുപോലെ തന്നെ സോഫിയും. ഇപ്പൊ പുറത്തുനിന്ന് എന്തൊക്കെയോ ചില ശബ്ദങ്ങൾ അവർ കേൾക്കുന്നുണ്ട്. റെസ്ക്യൂ ടീം ആയിരിക്കുമെന്ന് കരുതിയിട്ട് അവർ വാതിൽ തുറന്നപ്പോൾ അത് സോംബികളായിരുന്നു. സംസാരിക്കാൻ വരെ ഇവരെ കൊണ്ട് കഴിയുന്നുണ്ട്. അവരെ കൺട്രോൾ ചെയ്യുന്നത് ശരിക്കും ഈദനാണ്. എന്തായാലും ആ വാതിലടച്ച് സോംബികളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ലില്ലിക്കും സോഫിക്കും പറ്റിയില്ല കേട്ടോ. പേടിച്ചാരണ്ട് രണ്ടുപേരും ഒരു മൂലയിൽ പോയിരിക്കുകയാണ്. അതേസമയം തന്നെ ഉള്ളിലേക്ക് വന്ന സോംബികൾ ഈ ഈദന്റെ കെട്ടുകൾ അഴിച്ചു കൊടുക്കുകയാണ്. മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന ലില്ലി അവൾ അപ്പോഴും സ്വാർത്ഥയാവാണ്. സ്വയം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സോഫിയെ ഈ സോംബികൾക്കിടയിലേക്ക് തള്ളിയിട്ട് രക്ഷപ്പെടാൻ നോക്കുകയാണ്. പാവൻ ലില്ലിയെ സോംബികൾ കടിക്കുന്നുണ്ട്. അവൾ അപ്പം തന്നെ ഛർദ്ദിക്കുകയാണ്. പൂർണ്ണമായിട്ടും സോംബി ആവുന്നുണ്ട്. സോംബിയായി മാറിയ സോഫിയെ നോക്കിയിട്ട് ഈദൻ പറയുന്നുണ്ട്, നിന്റെ പക നീ അങ്ങ് വീട്ടിയേക്ക്. പേടിച്ചാരണ്ട് അവിടെ ഒരു മൂലക്ക് നിന്നിരുന്ന ലില്ലിയുടെ ദേഹത്തേക്ക് ഇപ്പൊ സോഫി ചാടി വീഴാണ്. അവളെ കടിച്ചു കീറുകയാണ്. അവളും സോംബിയാവുകയാണ്. ഇതേ നേരം തന്നെ മുകളിൽ നിന്നും ഒരു റെസ്ക്യൂ ടീം ഉള്ളിലേക്ക് വന്നു എന്ന് പറയുന്നില്ലേ, അവരുടെ മുന്നിൽ കാണുന്ന എല്ലാ സോംബികളെയും അവർ വെടിവെച്ച് കൊല്ലുന്നുണ്ട്. എന്നിട്ടും തുരുതുരാന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവരും തേടി വന്ന ആദ്യം ഇൻഫെക്റ്റ് ആയ ആളുണ്ടല്ലോ മിസ്റ്റർ കോങ്, കോങ്ങിനെയും കണ്ടുപിടിച്ച് വെടിവെച്ച് കൊന്നു കളയുന്നുണ്ട്. എന്നാൽ ഇവരെല്ലാവരും വിചാരിച്ചതുപോലെ ആൽഫയായിട്ടുള്ള കോങ്ങിനെ കൊന്നിട്ടും ബാക്കിയുള്ള സോംബികളൊന്നും ചാവുന്നില്ല. ഇവരുടെ പ്ലാനും അതുപോലെ തന്നെ പദ്ധതിയും എല്ലാം പൊളിഞ്ഞു എന്ന് മനസ്സിലായി. മാത്രമല്ല കടികൊണ്ട കമാൻഡോസ് അവരിപ്പോ സോംബികളായിട്ട് മാറുകയാണ്. അതുപോലെ തന്നെ 32ാമത്തെ നിലയിലേക്ക് പോകുന്ന ഈവ ഒരു കാര്യം കണ്ട് ഇപ്പൊ ഞെട്ടുന്നുണ്ട്. അതായത് ലില്ലിയുടെയും സോഫിയുടെയും കൂടെ നിർത്തിയ ഈദനുണ്ടല്ലോ, അവൻ രക്ഷപ്പെട്ടു. അവൻ അങ്ങനെ നടന്നു പോവുകയാണ് ഒരു രാജാവിനെ പോലെ. മാത്രമല്ല അവന്റെ ചുറ്റുഭാഗത്തും നിറയെ സോംബികളും. പേടിച്ചുപോയ ഈവ ഒന്നും മിണ്ടാതെ ഒരു സ്ഥലത്ത് ഒളിച്ചങ്ങനെ ഇരിക്കുകയാണ്. പെട്ടെന്നാണ് ഈ ഒരു ഈദന് നേരെ ഒരാൾ ചാടി വീഴുന്നത്. മറ്റാരുമല്ല, ലിയോ. ഭയങ്കരമായിട്ടുള്ള ഒരു പക അവന്റെ ഉള്ളിലുണ്ടല്ലോ. കയ്യിലൊരു കത്തി ഉണ്ടായിരുന്നു. ഭയങ്കര അഗ്രസീവായിട്ട് തന്നെ ലിയോ അവന്റെ മുന്നിലേക്ക് വരുന്ന സോംബികളെ വെട്ടിക്കുത്തിയിടുന്നുണ്ട്. അവസാനം ഈദന്റെ കഴുത്തിൽ ഒരു കയറും കുരുക്കിയിട്ട് അവനെ ശ്വാസം മുട്ടിച്ച് കൊല്ലുകയാണ്. ഏകദേശം ഈദൻ മരിക്കാനായി എന്നൊരു അവസ്ഥ വന്നപ്പോൾ പെട്ടെന്ന് സോംബികൾ അങ്ങോട്ടേക്ക് വരികയാണ്. ലിയോയ്ക്ക് പിടുത്തം വിടേണ്ടി വന്നു. എന്നാലും നന്നായിട്ട് പോരാടുന്നുണ്ട്. എല്ലാ സോംബികളെയും അവൻ കൊന്ന് കൊലവിളിക്കുകയാണ്. ഭയങ്കര വയലൻസ് ആണ്, ചോരയാണ്, കുറെ സീനൊന്നും കാണിക്കാൻ പറ്റില്ല. അവസാനം ലിയോ ഈദനെ കുത്തിക്കൊല്ലാനായിട്ട് ചാടി വീഴുമ്പോൾ ഈ ലിയോയുടെ നേരെ ഈവ വന്ന് ചാടി വീഴാണ്. അവനെ കൊല്ലരുത്, കാരണം ലക്ഷക്കണക്കിന് ആൾക്കാരെ രക്ഷിക്കാൻ പോകുന്ന ആ വാക്സിൻ അത് ഇവന്റെ ദേഹത്താണ്. ഇവൻ ജീവനോടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു വാക്സിൻ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. എന്നാൽ ഇതൊന്നും കേൾക്കാൻ ലിയോ തയ്യാറായിരുന്നില്ല. ഈ സമയത്താണ് ഈദനെ അവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്നത്. അവന്റെ പിന്നാലെ തന്നെ ലിയോ ഓടിച്ചെന്ന് അവനെ പിടിക്കുന്നുണ്ട്. എന്നാൽ ലിയോയെ നോക്കിയിട്ട് ഈദനൊരു കാര്യം പറയുന്നുണ്ട്, എന്തൊരു അടിപൊളി പോരാളിയാണ് നീ, നിനക്ക് പറ്റുമെങ്കിൽ ദാ ഈ സോംബിയെ കൂടെ ഒന്ന് കൊല്ലുന്നു പറഞ്ഞിട്ട് ഒരു സോംബിയെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതിനെ കണ്ടപ്പോൾ ലിയോ ഞെട്ടിപ്പോവാണ്. മറ്റാരുമല്ല, അവന്റെ നടക്കാൻ കഴിയാത്ത അവന്റെ പെങ്ങളായിരുന്നു അത്. സോംബിയായി മാറി അവന്റെ പെങ്ങൾ റൂബി അടുത്തേക്ക് വരുന്നുണ്ട്. കത്തിവെച്ച് അവളെ ഒന്നും ചെയ്യാൻ ലിയോയ്ക്ക് കഴിയുന്നില്ല. അവനാകെ നിശ്ചലനായി പോവാണ്. ആ സമയത്ത് സോംബി ആയിട്ടുള്ള റൂബി അവനെ കുത്തി കൊന്നുകളയാണ്. അവളെ കൺട്രോൾ ചെയ്യുന്നത് ഈദനാണ്. സ്വന്തം സഹോദരനെ അവൾ കുത്തി കൊന്നെങ്കിലും ഒരു സോംബി ആയിട്ടുണ്ടെങ്കിലും അവളുടെ ഉള്ളിൽ എവിടെയോ റൂബിയുടെ ആ ഒരു മൈൻഡ് ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു കോൺഷ്യസ്
കോൺഷ്യസ്നെസ് ഉണ്ട്. അവളുടെ മുഖത്തെ ആ ഒരു വിഷമം നമുക്ക് കാണാൻ കഴിയും. എന്തായാലും എങ്ങനെയൊക്കെയോ ഈദന്റെ അടുത്തേക്ക് എത്തിയ ഈവ അവനോട് ചോദിക്കുന്നുണ്ട്, എന്തിനാടാ ഇതെല്ലാം നീ കാണിച്ചു കൂട്ടുന്നത്? എന്താണ് ഈ പ്രാന്തിന്റെ എല്ലാം അർത്ഥം? ഈ സമയത്ത് ഈദൻ പറയാണ്, എന്റെ ലൈഫിൽ എന്നെ ദ്രോഹിച്ച ഒരുപാട് പേരുണ്ട്, എല്ലാവരോടും എനിക്ക് പ്രതികാരം വീട്ടണം. കമ്പനിയുടെ ഓണർ ആയിട്ടുള്ള മിസ്റ്റർ കോങ്, അതുപോലെ തന്നെ നിന്നോട് എനിക്കൊരു പ്രതികാരം വീട്ടാനുണ്ട്. ഓർമ്മയുണ്ടോ നിനക്ക് എന്റെ അച്ഛനെ? അതായത് ഈദന്റെ അച്ഛൻ ഒരു പ്രൊഫസർ ആയിരുന്നു. ആ പ്രൊഫസറുടെ കീഴിൽ ഒരു സ്റ്റുഡന്റ് ആയിരുന്നു ഈവ ഒരു നുണ പറഞ്ഞ് ആ ഒരു പ്രൊഫസറെ വല്ലാത്ത രീതിയിൽ അപമാനിച്ചിട്ടുണ്ടായിരുന്നു. ആ അപമാനം കാരണം ഈ ഈദന്റെ അച്ഛൻ ആ പ്രൊഫസർ മരണപ്പെട്ടു. അപ്പൊ അവന്റെ അച്ഛന്റെ മരണത്തിന്റെ കാരണക്കാരി ആരാണ്? ഈവയല്ലേ. സോ ഈവയെ മനഃപൂർവ്വം ഇന്ന് ഈ ബിൽഡിംഗിലേക്ക് ഫേക്ക് ആയിട്ടുള്ള ഒരു ഇൻവിറ്റേഷൻ കൊടുത്ത് കൊണ്ടുവന്നതേ ഈ ഈദൻ തന്നെയാണ്, അവളോടുള്ള പക വീട്ടാൻ തന്നെ. ഈ സമയത്ത് തെറ്റ് മനസ്സിലായി ഏവ് പറയുന്നുണ്ട്, ശരിയാണ്, ഞാൻ ചെയ്തത് വലിയ തെറ്റാണ്, ഞാൻ നല്ലവളൊന്നുമല്ല. എന്നാൽ ആ പ്രതികാരം എന്നോട് മാത്രമായിട്ട് തീർത്താ പോരായിരുന്നുടാ. എന്നാൽ ഈദൻ ആ ഒരു മൈൻഡിലൊന്നും ആയിരുന്നില്ല. അവന്റെ തല തന്നെ ആകെ തിരിഞ്ഞു പോയിട്ടുണ്ട്, പക്ക സൈക്കോയായി മാറിയിട്ടുണ്ട്. ബാക്കിയുള്ള സോംബികളെ വിട്ട് അവളെ അറ്റാക്ക് ചെയ്യാൻ നോക്കുകയാണ്. എന്തായാലും ഒരു രക്ഷയില്ലാതെ ഈവ അവിടെ ഓടുന്നുണ്ട്. അധികം വൈകാതെ തന്നെ നേരത്തെ വന്ന ഒരു റെസ്ക്യൂ ടീം ഉണ്ടല്ലോ, അവരിങ്ങോട്ടേക്ക് എത്തി അവർ ഈദനെ കണ്ടുപിടിച്ച് അവനെ ലോക്ക് ചെയ്ത് ഇപ്പൊ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. ഈ കാര്യമെല്ലാം CCTVയിലൂടെ ഗവൺമെന്റ് ഒഫീഷ്യൽസ് കാണുന്നുണ്ട്. അവരുടെ ദൗത്യം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അവരിപ്പോ അവിടെ പെട്ടുകിടക്കുന്ന ഈവയെ മൈൻഡ് ആക്കുന്നില്ല. എന്നാൽ അത് കണ്ട നമ്മുടെ ഹന്ന പറയണ, സാറേ ആ പെൺകുട്ടിയെ കൂടെ രക്ഷപ്പെടുത്തണ്ടേ. ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഓഫീസേഴ്സ് പറയാണ്, ഞങ്ങൾക്ക് ഒരുപാട് ജോലി വേറെയുണ്ട്, അതിനിടയിൽ ആ ഒരുത്തിയെ രക്ഷപ്പെടുത്താൻ ഞങ്ങൾക്ക് സമയമില്ല എന്ന് പറയാണ്. പക്ഷേ മനസാക്ഷി ഉണ്ടായിരുന്ന ഹന്ന എങ്ങനെയെങ്കിലും ഈവയെ രക്ഷപ്പെടുത്താൻ തീരുമാനിക്കുകയാണ്. ഹന്നയുടെ ഹസ്ബൻഡ് കെവിന്റെ ഫോൺ ഇപ്പോഴും ഈവയുടെ കയ്യിലുണ്ടല്ലോ, അതിലേക്ക് ഇപ്പോൾ ഹന്ന വിളിക്കുന്നുണ്ട്. വിളിച്ച പാട് തന്നെ ഈവ സേഫ് ആണ് എന്ന് ചോദിക്കുന്നുണ്ട്. ഈവ തൽക്കാലം സേഫ് ആണ്. അതുപോലെ തന്നെ ഹന്ന മനസ്സിലാക്കിയ ആ ഒരു കാര്യം പറയുന്നുണ്ട്, സോംബികളുടെ ഒരു കൂട്ടത്തിൽ ആദ്യം ഇൻഫെക്റ്റ് ആയ ആള് അയാളായിരിക്കും ആൽഫ. ആൽഫയെ കൊന്നാൽ മാത്രമേ ബാക്കിയുള്ള സോംബികൾ നശിച്ചു പോവുള്ളൂ. പിന്നീട് ഈദന്റെ ലാബിലേക്ക് പോയി അവിടെ ഉണ്ടായിരുന്ന സംഭവങ്ങളുണ്ടല്ലോ, അതെല്ലാം ഇപ്പൊ ഹന്ന ഈവയോട് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ അതനുസരിച്ച് ആദ്യം ഇൻഫെക്റ്റ് ആയ ആളുണ്ടല്ലോ മിസ്റ്റർ കോങ്, അയാളെ കൊന്നിട്ട് എല്ലാ സോംബികളെയും നശിപ്പിക്കാമെന്നൊരു പ്ലാൻ ഇവർക്കുണ്ടായിരുന്നു. പക്ഷെ അത് വിജയിച്ചില്ല എന്ന് പറയാണ്. എന്നാൽ ഇത് കേട്ടപ്പോഴാണ് പെട്ടെന്ന് ഈവയ്ക്കൊരു കാര്യം മനസ്സിലായത്. അതായത് അവർ വിചാരിച്ചതുപോലെ ആദ്യം ഇൻഫെക്റ്റ് ആയ മിസ്റ്റർ കോങ് അല്ല ആൽഫ. വാക്സിൻ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് സേഫ് ആയിട്ട് ഇവരെല്ലാവരും കൂടെ ഒരാളെ കൂട്ടിക്കൊണ്ടുപോകുന്നില്ലേ ഈദൻ, അവനാണ് യഥാർത്ഥത്തിലുള്ള ആൽഫ. എത്രയും പെട്ടെന്ന് തന്നെ അവനെ കൊല്ലണം എന്നിപ്പോ ഈവ പറയാണ്. ഈ കാര്യം കേട്ട ഹന്നയും ഞെട്ടിപ്പോകുന്നുണ്ട്. അതായത് ഈദന്റെ ഉള്ളിൽ ആ വാക്സിൻ ഉണ്ട് എന്നൊക്കെ അവൻ പറയുന്നില്ല, അതൊക്കെ വെറും നുണയാണ്. സേഫായിട്ട് അവനെ ഗവൺമെന്റ് തന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവനെ ആരും കൊല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ അവനെ കൂട്ടിക്കൊണ്ടുപോകുന്ന ആ ഒരു റെസ്ക്യൂ ടീം ഉണ്ടല്ലോ, അവർക്ക് എന്താ സംഭവിച്ചത്? അവരെ എല്ലാവരും സോംബികളെ കൊണ്ട് ഈദൻ തന്നെ കൊല്ലിപ്പിക്കുകയാണ്. മാത്രമല്ല ഈദൻ ഇപ്പൊ പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു രഹസ്യം വേഗം തന്നെ ഹന്ന ചെന്നിട്ട് ഗവൺമെന്റ് ഒഫീഷ്യൽസിനോട് പറയുന്നുണ്ട്, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അവനെ വെച്ച് നിങ്ങൾക്ക് വാക്സിൻ ഉണ്ടാക്കാൻ കഴിയില്ല, അവൻ തന്നെയാണ് പ്രശ്നക്കാരൻ, അവനെ കൊന്നാൽ എല്ലാ പ്രശ്നവും തീരും. എന്നാൽ ഇതൊന്നും ഗവൺമെന്റ് ഒഫീഷ്യൽ കേൾക്കുന്നില്ല. ഈദനെ ഒന്നും ചെയ്യാൻ പാടില്ല, അവന്റെ ഉള്ളിൽ നിന്ന് വാക്സിൻ ഉണ്ടാക്കണം എന്ന് തന്നെ വിശ്വസിച്ചിരിക്കുകയാണ് ഇവര്. എന്നാൽ ഈ സമയത്ത് ഈദനെ എങ്ങനെയെങ്കിലും കൊല്ലണം എന്ന് തീരുമാനിച്ച് ഈവ പുറത്തേക്ക് കിടക്കുന്നുണ്ട്. അവളൊരു കോട്ട് എടുത്ത് ഇടുകയാണ്, അതിൽ നിറയെ രക്തമാണ്. എന്തായാലും അത് കണ്ടപ്പോൾ സോംബികൾ ആരും അവളെ അറ്റാക്ക് ചെയ്യുന്നില്ല. ഇതേ സമയത്ത് തന്നെ ഈദൻ എന്താ ചെയ്യുന്നത്? അവനിപ്പോ പുറത്തേക്ക് എത്തിയില്ലേ, സോംബികളെ കൺട്രോൾ ചെയ്ത് അവിടെ കൂട്ടം കൂടി നിന്ന എല്ലാ ആൾക്കാരെയും ഈ സോംബികളെ കൊണ്ട് അറ്റാക്ക് ചെയ്യുകയാണ്. എന്നാൽ ഈ സമയത്താണ് ഈ ഈദനെ കൊല്ലാനായിട്ട് ഈവ അങ്ങോട്ടേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈവയെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം ഈദൻ കൊടുക്കുന്നുണ്ട്. എല്ലാ സോംബികളും കൂടെ ഈവയുടെ അടുത്ത് പോയപ്പോൾ ഈവ എന്താക്കി, അവളുടെ ദേഹത്തുണ്ടായിരുന്ന ആ ഒരു കോട്ടൂരി ഈ സോംബികളുടെ അടുത്തേക്ക് ഇട്ടുകൊടുക്കുകയാണ്. അപ്പൊ സോംബികൾ വിചാരിച്ചു അതാണ് ഈവ എന്ന്. സത്യത്തിൽ അത് തെറ്റായ ഒരു മെസ്സേജ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എന്താ സംഭവിച്ചത്? ആ കോട്ടും പിടിച്ച് ഈ സോംബികൾ അതിനെ തന്നെ പിച്ചി പറിക്കാൻ തുടങ്ങി. ബാക്കിയുള്ള എല്ലാ സോംബികളും അതിന് ചുറ്റും അങ്ങനെ വന്ന് നിൽക്കുകയാണ്. ആദ്യം പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഫേക്ക് ആയിട്ടുള്ള ഒരു മെസ്സേജ് അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ അവർ ട്രാപ്പായി പോകും. അങ്ങനെ ഇവരിപ്പോൾ ട്രാപ്പായി കിടക്കുകയാണ്. എല്ലാം കൂടെ വട്ടത്തിൽ നിന്ന് കറങ്ങുകയാണ്. ഈദൻ അവർക്ക് നിർദ്ദേശം കൊടുത്തിട്ടും അവർക്കത് മനസ്സിലാവുന്നില്ല. ഈദൻ വേഗം തന്നെ അവരുടെ നടുവിലേക്ക് പോയിട്ട് ആ ഒരു കോട്ട് വലിച്ചൂരി കളയാണ്. അവിടെ ശരിക്കും അങ്ങനെ ഒരു മനുഷ്യനില്ല. ഈവ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഈ കോട്ടിന്റെ ഉള്ളിലല്ല, ദാ അവിടെയാ നിൽക്കുന്നത്, അങ്ങോട്ടേക്ക് പോയിട്ട് അവളെ കൊല്ലുന്നു പറയാണ്. അപ്പൊ തന്നെ ഈവ ഒരു കാര്യം കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അവിടെ വലിയൊരു ബസ്, അതിന്റെ ഒരു ഭാഗത്ത് ഫുള്ളായിട്ട് തീ പിടിച്ച് കിടക്കുകയാണ്. അവൾ എന്താക്കി, ആ ബസ്സിന് അടിയിലേക്ക് അങ്ങ് പോവാണ്. ഈ ബസ്സിന്റെ ഒരു ഭാഗത്തായിട്ട് ഒരുപാട് മനുഷ്യരുടെ ചിത്രങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഇത് കണ്ടപാട് സോംബികൾ മുഴുവനായിട്ടും ഒറ്റയടിക്ക് അങ്ങോട്ടേക്ക് ഓടിച്ചെല്ലുകയാണ്. ഈ ബസ് തള്ളി മറിച്ച് അതിന്റെ അടിയിലെ ഏവയെ പിടിക്കാൻ നോക്കുകയാണ്. എന്നാൽ എല്ലാം കൂടി ഒരുമിച്ച് ഇങ്ങനെ പാഞ്ഞു വന്നപ്പോൾ അതിനിടയിൽ പെട്ടുപോയ ഈദന്റെ ദേഹത്ത് ചെറുതായിട്ട് തീ പിടിക്കുന്നുണ്ട്. ദേഹത്ത് തീ ചെറുതായിട്ട് ഇങ്ങനെ ആളി പടരുന്നുണ്ട്. ആ സമയത്ത് ബാക്കിയുള്ള സോംബികളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി അവൻ നോക്കുന്നുണ്ടെങ്കിലും പൂർണ്ണമായിട്ടും അതിന് പറ്റുന്നില്ല. അവന്റെ മൈൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ഡൈവേർട്ട് ആയി പോവാണ്. ആ തീ കെടുത്താൻ അവൻ നോക്കിയെങ്കിലും അവനെ കൊണ്ട് പറ്റിയില്ല കേട്ടോ. അങ്ങനെ അവസാനം ആ തീ ദേഹത്ത് മുഴുവൻ ആളി പടർന്ന് വെന്ത് മരിക്കുകയാണ് ഈദൻ. അതോടുകൂടി അവിടെ ഉണ്ടായിരുന്ന എല്ലാ സോംബികളും പൂർണ്ണമായിട്ടും നിശ്ചലമായി പോവാണ്. ഒന്നും അനങ്ങുന്നില്ല. എല്ലാം ഏകദേശം ചത്തു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇപ്പൊ അതിനിടയിലൂടെ വളരെ ശാന്തമായിട്ട് തന്നെ ഈവ നടന്നു വരുന്നുണ്ട്. ഇപ്പൊ ഹന്നയെ വിളിച്ചിട്ട് ഞാൻ അവനെ കൊന്നു എന്നുള്ള കാര്യം പറയുന്നുണ്ട്. എന്തായാലും ഹന്നയും ഈവയും കറക്റ്റ് സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ വിളിച്ച് സംസാരിച്ചത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വഴി ഇവർക്ക് കണ്ടെത്താൻ പറ്റിയത്. എന്തായാലും പ്രശ്നം ഇവിടെ തീരുകയാണ്. ആ ഒരു ആശ്വാസത്തിലാണ് ഇപ്പൊ ഈവ ഇവിടുന്ന് പോകുന്നത്. എന്നാൽ ഈവ അവിടുന്ന് പോയി കഴിഞ്ഞപ്പോൾ ആ കൂട്ടത്തിലെ ഒരു സോംബി പെട്ടെന്ന് അതിന്റെ വായും കണ്ണൊക്കെ തുറക്കുകയാണ്. ഇനി എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് അറിയില്ല. കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. എന്തായാലും ഈ സിനിമ
സിനിമയ്ക്ക് ഒരു രണ്ടാം ഭാഗം ഉണ്ടാവും. രണ്ടാം ഭാഗം വന്നാൽ ഉറപ്പായിട്ടും അതുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുക കേട്ടോ. അപ്പോൾ എന്തായാലും കഥ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഓക്കെ, ബൈ.